ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ. നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഓം ഓം നാരായണ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം 22-ാം അധ്യായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗമാണ് ഇനി കാണാനുള്ളത്. മഹാബലി ചരിതം, വാമനാവതാര ചരിതം. ഈ അധ്യായത്തില് ആദ്യ ഭാഗത്ത് മഹാബലി തന്റെ ശിരസിൽ ഭഗവാന്റെ പാദം വെച്ച് താൻ ചെയ്ത വാക്ക് പാലിക്കാനായിട്ട് തന്നെ അനുവദിക്കണം, തന്നെ സത്യസന്ധനാക്കി തീർക്കണം, തനിക്ക് നരകാദികളിലൊന്നും ഭയമില്ല, സ്ഥാനഭ്രംശം ഭയമല്ല, മരണം പോലും ഭയമില്ല. പക്ഷേ അസാധുവാദം എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ അസാധുവായിട്ടുള്ള ഒരാളാണ്, കൊള്ളരുതാത്തവനാണ്, അസത്യവാദിയാണ് എന്ന് എനിക്ക് കേൾക്കാൻ സഹിക്കാനാവില്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് സത്യമാക്കണം, അതിന് എൻ്റെ തലയിൽ കാല് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതും തൻ്റെ ഭഗവാന്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചത്, ഭഗവാൻ ഗുരുരൂപത്തിൽ അനുഗ്രഹിച്ചതും അതെല്ലാം പ്രഹ്ലാദനോടുള്ള വാത്സല്യം കൊണ്ടാണ്, താൻ പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സാക്ഷാൽ പ്രഹ്ലാദൻ തന്നെ അവിടെ അവതരിച്ചു. ആ പ്രഹ്ലാദനെ വേണ്ട പോലെ സ്വീകരിക്കാനുള്ള ശക്തി മഹാബലിക്കുണ്ടായിരുന്നില്ല. മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ശിരസ് ചെറുതായിട്ടൊന്ന് താഴ്ത്തിക്കൊണ്ട് കണ്ണ് നിറഞ്ഞ് ലജ്ജയോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് തന്റെ പിതാമഹനെ വരവേറ്റു. ആ പ്രഹ്ലാദനാവട്ടെ ഭഗവാനെ വേണ്ടതുപോലെ നമസ്കരിച്ചുകൊണ്ട് ഹർഷപുളകിതനായി ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങ് ചെയ്തത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. എന്റെ പൗത്രൻ അഹങ്കാരിയായിരുന്ന അവന്റെ എല്ലാം അപഹരിച്ചെടുത്ത് അവനെ നല്ല ആത്മമോഹത്തിൽ നിന്ന് മോചിപ്പിച്ചു, അവന്റെ മൂഢതയിൽ നിന്ന് മോചിപ്പിച്ച് അവന് പരമാർത്ഥ ദർശനമുണ്ടാക്കി കൊടുത്തു. അത് അവന് വലിയ അനുഗ്രഹമാണ് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു. ഐശ്വര്യമതം കൊണ്ടാണ് വിദ്വാൻമാർ പോലും നശിച്ചു പോകുന്നത്, മോഹിതരായി പോകുന്നത്. അപ്പൊ അങ്ങനെ എന്റെ പൗത്രനെ അനുഗ്രഹിച്ച ഭഗവാനായിക്കൊണ്ട് എന്റെ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ നമസ്കരിച്ചതും ശേഷം ബ്രഹ്മദേവൻ എന്തോ ഭഗവാനോട് പറയാനായിക്കൊണ്ട് വന്നപ്പോഴേക്കും വിന്ധ്യാവലി അതിനിടയ്ക്ക് കയറി ഭഗവാനോട് തന്റെ ഭർത്താവായ മഹാബലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ ക്രീഡയ്ക്കായിക്കൊണ്ട് അങ്ങ് ഈ 3 ലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങാണ് ഇതിന്റെ സൃഷ്ടികർത്താവും പരിപാലകർത്താവും പാലനകർത്താവും സംഹാരകർത്താവും എന്നിരിക്കെ കുൽസിത ബുദ്ധികളായ ചിലർ ഞങ്ങളാണ് ഇതിന്റെ സ്വാമി എന്ന് അവരോപിത കർത്തൃവാദാഹ സ്വയം കർത്താവാണെന്നുള്ള വാദത്തെ സ്വീകരിച്ചിരിക്കുന്നു.
ലജ്ജയില്ലാത്തവരാണ്, നാണം കെട്ടവരാണ് എന്ന് ഭഗവാന്റെ ഈ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഭഗവാനേക്കാൾ വലിയ ഈശ്വരന്മാരാണെന്ന് കരുതുന്ന മൂഢന്മാരെ ഇവിടെ വിന്ധ്യാവലി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ഭർത്താവടക്കം അദ്ഭുതീയ എന്നുള്ള കുൽസിത ബുദ്ധികളിൽ പെട്ടവരായിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം പിന്നെ ബ്രഹ്മദേവന്റെ വാക്കുകൾ, അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹ വാക്കുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനുള്ളത്. നമുക്ക് വായിക്കാം. ആദ്യം ഈ 22-ാം അധ്യായം വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 22-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 12-ാം ശ്ലോകം തൊട്ട് വായിക്കാം. 12-ാം ശ്ലോകം. തസ്യേത്ഥം ഭാഷമാണസ്യ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ ആജഗാമ കുരുശ്രേഷ്ഠ രാകാപതിരിവോത്ഥിതഃ തമിന്ദ്രസേന സ്വപിതാമഹ ശ്രിയാ വിരാജമാനം നളിനായതേ ക്ഷണം പ്രാംശും പിശങ്കാംബരമഞ്ജനത്വിഷം പ്രലംബബാഹും സുഭഗം സമൈക്ഷത. തസ്മൈ ബലിർവാരുണപാശയന്ത്രിതഃ സമർഹണം നോപജഹാര പൂർവവത് നനാമമൂർധനാശ്രുവിലോലലോചനഃ സവ്രീഡനീചീനമുഖോ ബഭൂവഃ. സ തത്ര ഹാസീനമുദീക്ഷ്യ സത്പതിം സുനന്ദനന്ദാദ്യനുഗൈരുപാസിതം ഉപേത്യ ഭൂമൗ ശിരസാ മഹാമനാ നനാമമൂർധനാ പുളകാശ്രുവിക്ലവഃ. പ്രഹ്ലാദ ഉവാച. ത്വയൈവ ദത്തം പദമൈന്ദ്രമൂർജിതം ഹൃതം തദേവാദ്യ തഥൈവ ശോഭനം മന്യേ മഹാനസ്യ കൃതോ ഹ്യനുഗ്രഹോ വിഭ്രംസിതോ യത്ശ്രിയ ആത്മമോഹനാത് യയാ ഹി വിദ്വാനഭിമുഹ്യത്തെ യതഃ തൽകോ വിചഷ്ടേ ഗതിമാത്മനോ യദാ തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായാഖിലലോകസാക്ഷിണേ. ശ്രീശുക ഉവാച. തസ്യാനുസൃണ്വതോ രാജൻ പ്രഹ്ലാദസ്യ കൃതാഞ്ജലേഃ ഹിരണ്യഗർഭോ ഭഗവാൻ ഉവാച മധുസൂദനം. ബദ്ധം വീക്ഷ്യ പതിം സാധ്വീ തൽപത്നീ ഭയവിഹ്വല പ്രാഞ്ജലി പ്രണതോപേന്ദ്രം ബഭാഷേ വാങ്മുഖീ നൃപ. വിന്ധ്യാവലിരുവാച. ക്രീഡാർത്ഥമാത്മന ഇദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുതിയോപരൈഷ കുര്യുഃ കർത്തുഃ പ്രഭോസ്തവ കിമസ്യത ആവഹന്തി ത്യക്തഹ്രിയസ്ത്വദവലോപിതകർത്തൃവാദാഃ. ബ്രഹ്മോവാച. ഭൂതഭാവനഭൂതേശ ദേവദേവ ജഗന്മയാ മുഞ്ചൈനം ഹൃതസർവസ്വം നായമർഹതി നിഗ്രഹം. കൃഷ്ണാ തേ അനേന ദത്താഭൂഃ ലോകാഃ കർമാർജിതാശ്ച യേ നിവേദിതം ച സർവസ്വം ആത്മാ വിക്ലവയാ ധിയാ. യൽപാദയോർ അഷഡദീഃ സലിലം പ്രദായ ദൂർവാങ്കുരൈരപി വിധായ സതീം സപര്യാം അപ്യുത്തമാം ഗതിമസൗ ഭജതേ ത്രിലോകീം ദാശ്വാൻ അവിക്ലവമനാഃ കഥമാർത്തി മൃച്ഛേത്. ശ്രീഭഗവാനുവാച. ബ്രഹ്മൻ യം അനുഗൃഹാമി തദ്വിശോ വിദുനോമ്യഹം യന്മതഃ പുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യത്തെ. യദാ കദാചിത് ജീവാത്മാ സംസരൻ നിജകർമ്മഭിഃ നാനായോനിഷ്വനീശോയം പൗരുഷീം ഗതിമാവ്രജേത്. ജന്മകർമ്മവയോരൂപവിദ്യൈശ്വര്യധനാദിഭിഃ യദ്യസ്യ ന ഭവേത് സ്തംഭഃ തത്രായം മദനുഗ്രഹഃ. മാനസ്തംഭനിമിത്താനാം ജന്മാദീനാം സമന്തതഃ
സർവശ്രേയപ്രദീപാനാം ഹന്തമുഹ്യേർന്ന മത്പരഃ ഏഷ ദാനവദൈത്യാനാമഗ്രണീഃ കീർത്തിവർദ്ധനഃ അജൈഷീത് അജയാം മായാം സീതന്മപി ന മുഹ്യതി ക്ഷീണരിക്തശ്ച്യുതസ്ഥാനാക്ഷിപ്തോ ബദ്ധശ്ച ശത്രുഭിഃ ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാം അനുയാവിതഃ ഗുരുണാ ബൽസിതഃ ശബ്ദോ ജഹൗ സത്യം ന സുവ്രതഃ ഛലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക് യേഷ മേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപമമരൈരപി സാവർണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയഃ താവത് സുതലമധ്യാസ്താം വിശ്വകർമ്മ വിനിർമ്മിതം എന്നാധയോ വ്യാധയശ്ച ക്ലമസ്തന്ദ്രാപരാഭവഃ നോപസർഗാനി വസതാം സംഭവന്തി മമേക്ഷയാം ഇന്ദ്രസേന മഹാരാജായ ഹി ഭോ ഭദ്രമസ്തു തേ സുതലം സ്വർഗിഭിഃ പ്രാർത്ഥ്യം ജ്ഞാതിഭിഃ പരിവാരിതഃ ന ത്വാം അഭിഭവിഷ്യന്തി ലോകേശാഃ കിമുദാപരേ ത്വച്ഛാസനാദികാൻ ദൈത്യാൻ ചക്രം മേ സൂദയിഷ്യതി രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ തത്ര ദാനവദൈത്യാനാം സംഘാത്തെ ഭാവാസുരഃ ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യഃ കുണ്ഡോ വിനങ്ക്ഷ്യതി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ബലിവാമന സംവാദോ നാമ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, സുസ്വാഗതം. ഹരി ഓം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ വാമനാവതാരം അവസാന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാബലിയെ അനുഗ്രഹിക്കാനായും ഭഗവാനെ ദർശിക്കാനുമായി പ്രഹ്ലാദൻ വന്നതും ആ പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞു, അങ്ങയാൽ നൽകപ്പെട്ടതായിട്ടുള്ള ഊർജിതമായ ഐന്ദ്രം പദം അങ്ങയാൽ തന്നെ ഹരിക്കപ്പെട്ടു. അത് അത്യന്തം ശോഭനം. ഇവന് ചെയ്തതായിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഏത് ഐശ്വര്യവും അവനവനെ മോഹിപ്പിക്കുന്നതാണ്. ആത്മമോഹനാത് ശ്രിയഃ വിഭ്രംസിതഃ യത്. ആത്മമോഹനാത് മൂഢതയിലേക്ക് നയിക്കുന്ന, ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ഐശ്വര്യത്തിൽ നിന്ന് അവൻ ഭ്രഷ്ടനായി എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതൊരു ഐശ്വര്യാദികളെ കൊണ്ടാണോ വിദ്വാൻമാർ പോലും മോഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക്, മോഹിതനായിട്ടുള്ള ഒരാൾക്ക് ആത്മാവിന്റെ ഗതി എങ്ങനെ അറിയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് അങ്ങ് ചെയ്തത് വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് എന്റെ നമസ്കാരം. ജഗദീശ്വരായ തസ്മൈ നമസ്തേ. നാരായണായ തസ്മൈ നമസ്തേ. അഖിലലോക സാക്ഷിണേ തസ്മൈ നമസ്തേ എന്ന് ഭഗവാന് നമസ്കാരം ചെയ്തു. ഈ സമയത്ത് വിന്ധ്യാവലി തന്റെ ഭർത്താവ് ബദ്ധനസ്ഥനായിരിക്കുന്നത് കണ്ട് ഭയവിഹ്വലയായി കൈകൂപ്പിക്കൊണ്ട് പ്രണമിച്ചുകൊണ്ട്, ഉപേന്ദ്രം പ്രണതാ ഉപേന്ദ്രം, അവാങ്മുഖി, തലതാഴ്ത്തി നിന്നുകൊണ്ട് ലജ്ജയോടുകൂടി ബഭാഷേ
ഇങ്ങനെ ഭാഷണം ചെയ്തു. ഈ വിന്ധ്യാവലിയുടെ വാക്കുകളാണ്, ഈ ശ്ലോകമാണ് ഈ വാമനാവതാര ചരിതത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള ശ്ലോകം എന്ന് പറഞ്ഞു. വിന്ധ്യാവലിരുവാച ക്രീഡാർത്ഥമാത്മനയിദം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുധിയോപരൈശ കുര്യുഃ കർത്തുഃ പ്രഭോസ്തവ കിമസ്യത ആവഹന്തി ത്യക്തഹ്രിയ ത്വദവരോപിത കർത്തൃവാദാഃ. അപ്പൊ ഹേ ഭഗവാനെ ഈശ, എല്ലാറ്റിന്റെയും നിയന്താവായിരിക്കുന്നവനെ, അങ്ങയുടെ ക്രീഡാർത്ഥം, ആത്മനഃ ക്രീഡാർത്ഥം ഇതം ത്രിജഗത്തേ കൃതം, ഈ 3 ലോകങ്ങളും അങ്ങയാൽ ചെയ്യപ്പെട്ടു. എന്നാൽ തത്ര, ആ ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ള ഈ 3 ലോകത്തിലും അപരേ കുതിയഃ, അപരന്മാർ, കുൽസിത ബുദ്ധികളായിട്ടുള്ള മൂഢബുദ്ധികളായിട്ടുള്ള ആളുകള് സ്വാമ്യം കുര്യുഹു, സ്വാമിഭാവത്തെ ചെയ്യുന്നു. അങ്ങാണ് ഇതിന്റെ കർത്താവ്, അങ്ങാണ് ഇതിന്റെ പ്രഭു, അങ്ങാണ് ഇതിന്റെ സംഹാരകർത്താവ്. അസ്യതഃ കർത്തുഹു പ്രഭോഹോ അസ്യതഃ തവ. അങ്ങനെയുള്ള അങ്ങയ്ക്ക്, ഇതെല്ലാം സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ അങ്ങയ്ക്ക് ഇവര് കിം ആവഹന്തി, എന്ത് ഇവർക്ക് ആവഹിക്കാൻ കഴിയും, എന്ത് അങ്ങയ്ക്ക് കൊണ്ടുതരാൻ കഴിയും? അങ്ങയുടെ മുതലെടുത്തിട്ട് അങ്ങയ്ക്ക് തന്നെ അല്പം തരിക, അല്ലേ? അതാണ് ഓർമ്മ വേണ്ടത്. നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വേണ്ടത് ഈ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് നമഃ 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 എന്ന് പറയുന്നത്. എല്ലാം അങ്ങയുടേത്, എല്ലാം അങ്ങയുടേത്. ഇദം ന മമ, ഇദം ന മമ, ഇദം ന മമ. അങ്ങ് തന്നതിനെ കൊണ്ട്, അല്പം കൊണ്ട് അങ്ങേക്ക് ഞാൻ പൂജ ചെയ്യുന്നു. അങ്ങ് എത്രയോ വാരിക്കോരി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ അംശം മാത്രമാണ് ഞാൻ അങ്ങേക്കായിട്ട് തിരിച്ച് പൂജ ചെയ്യുന്നത്, സമർപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ സർവത്തിന്റെയും ഉടമസ്ഥനായ ഈശ്വരനായ ഭഗവാന് ഇവരെന്ത് കൊണ്ടു കൊടുക്കാനാണ്? കിം ആവഹന്തി, ഒരു ചുക്കും കൊടുക്കാനില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാല് അതിനെയാണ് ചോദ്യരൂപത്തിൽ കിം ആവഹന്തി, എന്ത് കൊണ്ടു കൊടുക്കാനാണ്? മൂഢന്മാര്, തെക്തഹ്രിയ, നാണം കെട്ടവര് ഭഗവാന്റെ മുതലിനെ എടുത്തിട്ട് ഭഗവാന് ദാനം ചെയ്തു എന്ന് അഭിമാനിക്കണം. ത്വദവരോപിത കർത്തൃവാദ, അങ്ങയിൽ നിന്ന് സ്വയം ഇതിന്റെ കർത്തൃത്വത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് പരിപാലിച്ചത്, ഞാനാണ് ഇതിന്റെയൊക്കെ നിയന്താവ് എന്നിങ്ങനെ വിഡ്ഢികള്, ലജ്ജയില്ലാത്തവര് അഭിമാനിക്കുന്നു എന്ന് പരമാർത്ഥം പറഞ്ഞു. തന്റെ ഭർത്താവാണെങ്കിൽ പോലും കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തലതാഴ്ത്തി നിന്നുകൊണ്ട് വിനയത്തോടെ ദേവി പറഞ്ഞു. തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും പറയാതിരിക്കാൻ വയ്യ, സത്യം പറഞ്ഞു. ധർമ്മപത്നിയായിട്ടുള്ള ദേവി പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ അറിയില്ല. അത് ചിലപ്പോൾ കേൾക്കാൻ മനസ്സിലെത്തിയിട്ടുണ്ടാവില്ല മഹാബലി, അല്ലേ? ആസുര സ്വഭാവം കുറച്ച് വർദ്ധിച്ചിരിക്കുമ്പോൾ, അഹങ്കാരം വർദ്ധിച്ചിരിക്കുമ്പോൾ സ്ത്രീകളുടെ വാക്ക് കേൾക്ക്, ഭാര്യമാരുടെ വാക്ക് കേൾക്ക്. അതൊക്കെ മോശമാണ് എന്ന് കരുതിയിട്ടുണ്ടാവാം. അല്ലേ? പുരുഷ മേധാവിത്വം തലയ്ക്ക് പിടിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ്. അല്പം ദൈന്യം വന്നാൽ ഭാര്യയുടെ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാവും. എന്തായാലും ദേവി പറയാനുള്ളത് പറഞ്ഞു, വിന്ധ്യാവലി പറയാനുള്ള പരമാർത്ഥം അവതരിപ്പിച്ചു. ഇതാണ് അഷ്ടമസ്കന്ധത്തിന്റെ മന്വന്തരാനുകഥ എന്നുള്ള ആ ധർമ്മത്തിന്റെ, ഭഗവാന്റെ നിയമങ്ങളുടെ വ്യവസ്ഥ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, ഭഗവാൻ തന്നെയാണ് ഇതിനെ എല്ലാ കാലത്തും പരിപാലിക്കുന്നത്. അതിന് ഭഗവാന്റേതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അതിനെയാണ് മന്വന്തര ഷഡ്കം എന്നുള്ള പേരിൽ കുറച്ച് ഭരണാധികാരികളെ ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നു. അതിലൊരാളാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ, ഭഗവാൻ നിയോഗിച്ച ഇന്ദ്രനെ ഭഗവാന്റെ അനുമതി കൂടാതെ ബലം പ്രയോഗിച്ച് ഡിസ്മിസ് ചെയ്ത, എന്നിട്ട് താനാണ് എല്ലാറ്റിന്റെയും ഈശ്വരൻ എന്ന് അഭിമാനിച്ച മഹാബലിക്കിട്ടുള്ള ഒരു വലിയ കൊട്ടാണിത്. ഭാര്യ തന്നെ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തലക്കിട്ടുള്ള ഒരു അടിയാണ് വാസ്തവം പറഞ്ഞാൽ. അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള അവസരമാണിത്. അദ്ദേഹം ചിന്തിച്ചു, നേരത്തെ തന്നെ ചിന്തിച്ചു.
അദ്ദേഹത്തിന്റെ അഭിമാനം മുഴുവനായിട്ട് പോയി ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹം സമർപ്പണം ചെയ്യുകയാണ്. അപ്പോ ഇനി തുടർന്ന് ബ്രഹ്മദേവന്റെ വാക്കുകൾ. ബ്രഹ്മദേവൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് മുമ്പേ തന്നെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്കാണ് വിന്ധ്യാവലി കയറി വന്നത്. എന്തായാലും ആ ബ്രഹ്മദേവന്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. ബ്രഹ്മോവാച ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗന്മയ മുഞ്ചൈനം ഹൃദ സർവസ്വം നായമർഹതി നിഗ്രഹം കൃഷ്ണാത്തെ അനേന ദത്താഭൂഃ ലോകാ കർമാർജിതാശ്ചയേ നിവേദിതം ച സർവസ്വം ആത്മാ വിക്ലവയാ ധിയാ. ബ്രഹ്മോവാച ഭൂതപാവന ഭൂതേശ ദേവദേവ ജഗന്മയ മുഞ്ചൈനം ഹൃദ സർവസ്വം നായമർഹതി നിഗ്രഹം. ബ്രഹ്മ ഉവാച ഹേ ഭൂതഭാവന, ഹേ ഭൂതേശ, ഹേ ദേവദേവ, ഹേ ജഗന്മയ. 4 സംബോധന ബ്രഹ്മദേവൻ ഭഗവാനെ വിളിക്കുന്നു. ഇതില് ആരാണ് ഭഗവാൻ എന്ന് വ്യക്തമാക്കുകയാണ്. വിന്ധ്യാവലിയുടെ ശ്ലോകത്തിന്റെ തുടർച്ച തന്നെയാണ്. ഭൂതഭാവന, ഭൂതങ്ങളെയെല്ലാം ഭവിപ്പിക്കുന്നവനെ, ഈ സർവ പ്രപഞ്ചത്തെയും ഉത്ഭവിപ്പിക്കുന്നവനെ. അപ്പൊ യഥാർത്ഥ സൃഷ്ടികർത്താവ് അങ്ങ് തന്നെയാണ് എന്ന് നമ്മൾ ആരെങ്കിലും സൃഷ്ടികർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് ആ തെറ്റിദ്ധാരണയെ നീക്കുകയാണ്. സ്വയം ബ്രഹ്മദേവനെയാണ് നമ്മളൊക്കെ സൃഷ്ടികർത്താവ് എന്ന് വിളിക്കാറ്. അദ്ദേഹം തന്നെ പറയുന്നു, ഞാനല്ല, ദാ ഈ വാമന രൂപത്തിൽ നിൽക്കുന്ന ഇദ്ദേഹമാണ് എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭൂതഭാവന, ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവനെ, ഭൂതേശ, ഭൂതങ്ങളെ ഈശിക്കുന്നവനെ, ഭൂതങ്ങളെ നിയന്ത്രിക്കുന്നവനെ, സകല ചരാചരങ്ങളെയും പ്രപഞ്ചങ്ങളെ മുഴുവൻ ഭരിക്കുന്നവനെ. അപ്പൊ ഇത് ഭരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങയുടെ വ്യവസ്ഥയാണ് ഇന്ദ്രാദി ലോകപാലന്മാരുടെ സ്ഥാനങ്ങൾ. ആ ഭൂതേശ എന്നുള്ളത് അങ്ങ് ഇപ്പൊ ചെയ്ത പ്രവൃത്തിയൊക്കെ ശരിയായ പ്രവൃത്തി തന്നെയാണ്. കാരണം അങ്ങാണ് ഭൂതങ്ങളുടെ മുഴുവൻ ഈശൻ. എത്രയോ കാലമായി സൃഷ്ടി ആരംഭിച്ചത് മുതൽ അങ്ങാണ് ഈശിക്കുന്നത്. ഇനിയും തുടർന്നും എല്ലാ കാലത്തും അങ്ങ് തന്നെയാണ് ഈശിക്കാൻ പോകുന്നതും. ഇപ്പോഴും അങ്ങ് തന്നെയാണ് ഇതിന്റെ ഈശൻ. അപ്പൊ ഇടക്കാലത്ത് ഏതെങ്കിലും ചില എന്താ പറയുക തകരകൾ മുളച്ചു വന്നിട്ട് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകര എന്ന് പറയുന്ന കൂട്ടത്തിൽ ഓരോ മഹാബലിമാര് വന്നിട്ട് ഞാനാണ് ഇതിന്റെയൊക്കെ ഈശൻ എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്തരം. ഭഗവാൻ എത്രയോ കാലമായിട്ട് ഇതിനെ ഈശിച്ചുകൊണ്ടിരിക്കണു, ഇപ്പോഴും ഈശിച്ചുകൊണ്ടിരിക്കണു, ഇനിയും ഈശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ യഥാർത്ഥ ഭൂതേശൻ അങ്ങാണ് എന്ന് ഭഗവാനെ സംബോധനയിലൂടെ വെളിവാക്കുകയാണ്. ദേവദേവ, എല്ലാ ദേവന്മാർക്കും ദേവനായിരിക്കുന്നവനെ, എല്ലാ ദേവന്മാരെയും രക്ഷിക്കുന്നവനെ, ദേവാദിദേവനായിരിക്കുന്ന. അപ്പൊ ദേവന്മാരെല്ലാം അങ്ങയുടെ എന്താ പറയുക കിങ്കരന്മാരാണ്, അജ്ഞാനുവർത്തികളാണ്. അവരെ പരിപാലിക്കുന്നവനാണ് അങ്ങ്. അപ്പൊ അതും അങ്ങയുടെ കർത്തവ്യമാണ്. അങ്ങ് നിയോഗിച്ച ദേവന്മാർക്ക് സ്ഥാനഭ്രംശമുണ്ടായപ്പോൾ, അവർക്ക് ഭീഷണി നേരിട്ടപ്പോൾ അവരെ രക്ഷിക്കാനാണ് അങ്ങയുടെ ഈ ലീല. ഹേ ദേവദേവ ജഗന്മയ, ഈ വിശ്വരൂപത്തിലൂടെ തെളിയിച്ചു അല്ലേ ഈ ജഗത്ത് താൻ തന്നെയാണെന്ന്. അപ്പൊ താൻ തന്നെയായ ഈ ജഗത്ത്, അതാണ് ജഗന്മയൻ. ജഗത്താകുന്ന അല്ലെങ്കിൽ ജഗത്തിന്റെ ആത്മാവായിരിക്കുന്നവനെ, ജഗത്തിന്റെ സ്വരൂപമായിരിക്കുന്നവനെ, ജഗത്തിന് സത്യത്വം കൊടുക്കുന്നവനെ ജഗന്മയ, ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനെ. അങ്ങനെ പല. അപ്പൊ ഈ പറഞ്ഞ 4 സംബോധനകളും ഈ കോണ്ടെക്സ്റ്റില് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ്. ഭഗവാന്റെ എല്ലാ മഹാത്മ്യത്തെയും വെളിവാക്കുന്നതായിട്ടുള്ള 4 സംബോധനകളാണ്. ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗന്മയ മുഞ്ചൈനം ഹൃദ സർവസ്വം
നായമർഹതി നിഗ്രഹം. മുഞ്ച ഏനം, ഏനം മുഞ്ച, ഏനം എന്ന് പറഞ്ഞാൽ ഇവനെ, മുഞ്ച മോചിപ്പിച്ചാലും. എന്തുകൊണ്ട്? ഹൃദസർവസ്വം, അവന്റെ സർവസ്വവും അങ്ങയാൽ ഹരിക്കപ്പെട്ടിരിക്കണു. ഇനിയിപ്പോ എന്തിനാപ്പോ അവനെ നിഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അവന്റെ സർവസ്വവും അങ്ങ് അപഹരിച്ചെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവനിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. ന അയം അർഹതി നിഗ്രഹം. അയം ഇവൻ നിഗ്രഹം ന അർഹതി, നിഗ്രഹം അർഹിക്കുന്നില്ല. ബന്ധനത്തെയും മരണത്തെയും ഒന്നും അർഹിക്കുന്നില്ല. ഇവനെ ഉപദ്രവിക്കരുത് പ്ലീസ്, അവനെല്ലാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് ബ്രഹ്മദേവൻ മഹാബലിക്ക് വേണ്ടി ഇവിടെ ഒരു ചെറുതായിട്ടൊരു റെക്കമെൻഡേഷൻ. അതിലൂടെ മറ്റൊരു എന്താ പറയുക ആധ്യാത്മികമായിട്ടുള്ള അർത്ഥമുണ്ട്. ഇവന്റെ എല്ലാം സർവസ്വവും അവന്റെ ശരീരമടക്കം, അവന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ അടക്കം അവൻ അങ്ങയുടെ മുമ്പിൽ, പാദങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. നിഗ്രഹം ന അർഹതി, അവൻ അമൃതനായി തീർന്നിരിക്കുന്നു, അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇവൻ മറ്റേത് സ്ഥൂലാർത്ഥം, ഇവനെ ഇനി ഉപദ്രവിക്കരുത്, ഇവനെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ലൗകിക ന്യായം. ഇപ്പൊ എന്തു തന്നെയാണെങ്കിൽ രണ്ടർത്ഥത്തിലും എടുക്കാം. തന്റെ ജ്ഞാനെന്ന ഭാവത്തിന്റെ ആധാരമായിരിക്കുന്ന, ആസ്പദമായിരിക്കുന്ന ദേഹത്തെ തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. അതോടുകൂടി അജ്ഞാനം നശിച്ചിരിക്കുന്നു. ബന്ധഹേതു ദേഹത്തിലുള്ള അഭിമാനമാണ്, ജ്ഞാനെന്ന ഭാവമാണ്. ആ ജ്ഞാനെന്ന ഭാവം നശിച്ച് അജ്ഞാനം നശിച്ചിരിക്കുന്നത് കൊണ്ട് ഇവൻ മുക്തിക്കർഹനാണ്. ഇവനെ മോചിപ്പിക്കൂ പ്ലീസ്, മുഞ്ച, അവന് മോക്ഷം കൊടുക്കൂ, അവനെ അനുഗ്രഹിക്കൂ എന്നും കൂടെ താല്പര്യമാണ്. എന്തായാലും രണ്ട് ദൃഷ്ടിയിലും മോചനം അർഹിക്കുന്നവനാണ് മഹാബലി എന്ന് ബ്രഹ്മദേവൻ ഭഗവാനോട് റെക്കമെൻഡ് ചെയ്തു. കൃഷ്ണാതേ അനേന ദത്താഭൂഃ ലോകാഃ കർമാർജിതാശ്ചയേ നിവേദിതം ച സർവസ്വം ആത്മാ അവിക്ലവയാ ധിയാ. അപ്പോ പൂർവ്വശ്ലോകത്തില് ഏനം മുഞ്ച എന്ന് പറഞ്ഞതിനെ എന്തുകൊണ്ട് മുഞ്ച ജസ്റ്റിഫൈ ചെയ്യണം. കൃഷ്ണ അനേന ദത്താ ഭൂഹു. അപ്പോ ഭൂഹു ഭൂമി, കൃഷ്ണ എന്ന് പറഞ്ഞാൽ പൂർണമായും സമഗ്രമായും എന്നർത്ഥം. ഭൂഹു എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് കൃഷ്ണ എന്ന് പ്രയോഗിച്ചു. എന്തെങ്കിലും പുല്ലിംഗമോ നപുംസകലിംഗമായിരുന്നെങ്കിൽ, പുല്ലിംഗമായിരുന്നെങ്കിൽ കൃഷ്ണ, നപുംസകമായിരുന്നെങ്കിൽ കൃഷ്ണം. ഇവിടെ എന്തായാലും കൃഷ്ണാഭൂഹു തേ അനേന ദത്ത, തേ എന്ന് പറഞ്ഞാൽ തുഭ്യം, അങ്ങേക്കായിക്കൊണ്ട് അനേന ഇവനാൽ ദത്ത നൽകപ്പെട്ടിരിക്കുന്നു. ഭൂമി ആയതുകൊണ്ട് ദത്ത, ധനമായിരുന്നെങ്കിൽ ദത്തം. ഇവിടെ കൃഷ്ണാഭൂ അനേന തേ ദത്ത, അങ്ങേക്ക് മുഴുവൻ ഭൂമിയും ഇവനാൽ നൽകപ്പെട്ടിരിക്കുന്നു. ലോകാഹ കർമാർജിതാശ്ച യേ, ഇവൻ കർമ്മം കൊണ്ട് ആർജിച്ചതായിട്ടുള്ള ലോകാഹ, ഏതൊക്കെ ലോകങ്ങൾ ഇവൻ അധീനത്തിൽ ഉണ്ടായിരുന്നുവോ, 3 ലോകങ്ങളുടെയും അധീനത ഉണ്ടായിരുന്നു, അവന് അധീശത്വം ഉണ്ടായിരുന്നു. അപ്പൊ ആ ലോകങ്ങളും എല്ലാം തന്നെ അവന്റെ കർമ്മം കൊണ്ട്, അവന്റെ പൗരുഷം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നേടിയെടുത്തതാണ് അവൻ. അത് മുഴുവൻ അവൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദത്താ, കൃഷ്ണ ദത്താ നിവേദിതം ച സർവസ്വം, അവന്റെ സർവസ്വവും അങ്ങേക്ക് നിവേദനം ചെയ്തിരിക്കുന്നു. എല്ലാം അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു. സകല ഐശ്വര്യവും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. ആത്മാ അവിക്ലവയാ ദിയ, ആത്മാ അവന്റെ ദേഹവും അവിക്ലവയാ ദിയ ദത്തം, ദത്തഹ എന്ന് പറയാം, ആത്മാ പുല്ലിംഗം. അപ്പൊ അവിക്ലവയാ ധിയ എന്ന് പറഞ്ഞാലോ, വൈക്ലഭ്യമില്ലാത്ത ബുദ്ധിയോടുകൂടെ, മനസ്ഥൈര്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, ധീരതയോടെ, ഇളകാത്ത മനസ്സോടെ അവൻ അവന്റെ ശരീരത്തെ അടക്കം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, എല്ലാം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ നിഗ്രഹം അർഹിക്കുന്നില്ല. നായമർഹതി നിഗ്രഹം. ദയവ് ചെയ്ത് അവനെ ഏനം മുഞ്ച
അവനെ മോചിപ്പിച്ചാലും എന്ന് ബ്രഹ്മദേവൻ വന്ന് ഒരു മധ്യസ്ഥനെ പോലെ, കാരണവരല്ലേ, എല്ലാവരുടെയും കാരണവരല്ലേ അല്ലേ, പിതാമഹനാണ്. അപ്പൊ മൂപ്പര് വന്നിട്ട് ഒരു മധ്യസ്ഥ റോള് വഹിക്കുകയാണ്. മഹാബലിക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഇവൻ തരാനുള്ളതൊക്കെ തന്നു, അവന്റെ ശരീരം തന്നു, അവന്റെ സർവസ്വവും അങ്ങേക്ക് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവനെ പ്ലീസ് ഉപദ്രവിക്കരുതേ, അവനെ സ്വതന്ത്രനാക്കിയാലും എന്നുള്ള അപേക്ഷ ചെയ്തു. യത്പാദയോഃ അഷടദീഃ സലിലം പ്രദായ ദൂർവാങ്കുരൈരപി വിധായ സതീം സപര്യാം അപ്യുത്തമാം ഗതിമസൗ ഭജതേ ത്രിലോകീം ദാശ്വാൻ അവിക്ലവമനാഃ കഥം ആർത്തിമൃച്ഛേത്. യത്പാദയോരഷടദീഃ സലിലം പ്രദായ ദൂർവാങ്കുരൈരപി വിധായ സതീം സപര്യാം അപ്യുത്തമാം ഗതിമസൗ ഭജതേ ത്രിലോകീം ദാശ്വാൻ അവിക്ലവമനാഃ കഥമാർത്തിമൃച്ഛേത്. ബ്രഹ്മദേവൻ മറ്റൊരു കാര്യം കൂടി, ന്യായം കൂടി ഭഗവാന്റെ മുമ്പിൽ പറയണം. ഏതൊരു അഷടദീഹി, ഷടബുദ്ധിയല്ലാത്തവൻ, ശാഠ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവൻ, ശ്രദ്ധയുള്ളവൻ എന്നൊക്കെ അർത്ഥമാണ്. ഏതൊരു ശ്രദ്ധയുള്ളവനായിട്ടുള്ള, ഭക്തിയുള്ളവനായിട്ടുള്ള ഒരാള് യത് പാദയോഹോ, ഏതൊരു അങ്ങയുടെ പാദങ്ങൾ രണ്ടിലും സലിലം പ്രദായ, അല്പം വെള്ളമൊഴിച്ചു തന്നാൽ, അങ്ങേക്ക് പാദ്യം സമർപ്പജാമി അർഘ്യം സമർപ്പജാമി എന്ന് പറഞ്ഞ പൂജാ സമയത്ത് അങ്ങയുടെ പ്രതീകങ്ങളിൽ, വിഗ്രഹങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കൊടുത്താൽ, യത് പാദയോഹോ സലിലം പ്രദായ. അതുപോലെ ദൂർവാങ്കുരൈഹി അപി സതീം സപര്യാം വിദായ. ദൂർവാങ്കുരങ്ങൾ എന്ന് പറഞ്ഞാല് പുല്ല്, ദർഭപ്പുല്ല് അല്ലെങ്കിൽ കറുകപ്പുല്ല്, ഇതിനൊക്കെയാണ് ദൂർവാങ്കുരങ്ങൾ എന്ന് പറയാം. അപ്പൊ ഒന്നും കൊടുക്കാനില്ല, കുറച്ച് പുല്ല് പറിച്ചിട്ടാണ് ഭഗവാന് കൊടുക്കുന്നത്. അതിനാണ് ദൂർവാങ്കുരൈരപി. നല്ല പുഷ്പങ്ങൾ കിട്ടാനില്ല, നല്ല നിവേദ്യം കൊടുക്കാനില്ല, ഏറ്റവും പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്നതായിട്ടുള്ള വില ഒട്ടുമില്ലാത്തതായിട്ടുള്ള പുല്ല്, അതാണ് ദൂർവാങ്കുരം അല്ലെ, ദർഭപ്പുല്ല് അല്ലെങ്കിൽ കറുകപ്പുല്ല്. ഇപ്പൊ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കിട്ടാനുമില്ല. പണ്ടത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കിട്ടുമെന്ന്, ഏത് വരമ്പത്തും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ദൂർവാങ്കുരൈരപി, ആ ദൂർവാങ്കുരങ്ങളെ കൊണ്ട്, ദർഭപ്പുല്ലുകൾ കൊണ്ട് പോലും സതീം സപര്യാം വിധായ, ഒരു സത്തായ മര്യാദയോടുകൂടിയ പരിശുദ്ധമായിട്ടൊരു പൂജയെ ചെയ്താലും ഉത്തമാം ഗതിം ഭജതേ, അവന് ഉത്തമമായിട്ടുള്ള ഗതി ലഭിക്കുന്നു. അപ്പൊ വെറും അങ്ങയുടെ പൂജാവേളകളിൽ അങ്ങയെ സങ്കല്പിച്ചുകൊണ്ട് അങ്ങേക്ക് അർഘ്യപാദ്യാദികൾ, വെറും വെള്ളം, പ്രകൃതിയിൽ നിന്ന് അങ്ങ് തന്നെ ഉണ്ടാക്കിയ ഇഷ്ടം പോലെയുള്ള വെള്ളം, 10 പൈസ കൊടുക്കാതെ കിട്ടുന്ന വെള്ളം, കാശ് കൊടുത്ത് വാങ്ങിയ വെള്ളം പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രകൃതിയിൽ നിന്ന്, കൂപത്തിൽ നിന്ന് തന്നെ എടുക്കണം, ഭഗവാന്റേതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ വെറും വെള്ളവും വെറും പുല്ലും ഭഗവാൻ തന്നതിനെ ഭഗവാന് പൂജ ചെയ്തിട്ട് ഉത്തമഗതിയെ ഭജതേ. അപ്പൊ പിന്നെ ഇവനോ അവിക്ലവമനാഹ അസൗ ത്രിലോകീം ദാശ്വാൻ. അവിക്ലവമനാഹ, യാതൊരു തരത്തിലുള്ള വൈക്ലഭ്യവും കൂടാതെ, നല്ല ഉറച്ച മനസ്സോടെ, ഉദാര മനസ്സോടെ, ശങ്ക കൂടാതെ, ദൃഢബുദ്ധിയോടുകൂടി ദാനം ചെയ്യുന്നതിൽ, അതിൽ സന്തോഷത്തോടുകൂടെ, അസൗ ഇവനുണ്ടല്ലോ ഈ മഹാബലി, ത്രിലോകീം ദാശ്വാൻ, 3 ലോകങ്ങളെയും അങ്ങേക്ക് ദാനം ചെയ്തവനാകുന്നു. ദാശ്വാൻ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തവൻ എന്നർത്ഥം. ദാനം ചെയ്യുന്നവൻ, ദാനം ചെയ്തവൻ എന്നൊക്കെ അർത്ഥത്തിൽ ദാശ്വാൻ എന്ന പ്രയോഗം. വലിയ എന്താ പറയുക, വലിയ വലിയ ദാനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ടൈറ്റിലായിട്ട് കൊടുക്കാവുന്നതാണ് ദാശ്വാൻ എന്ന പേര്. ഭൂമി ദാനം ചെയ്യുന്നവർ, പശുവിനെ ദാനം ചെയ്യുന്നവർ, ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ദാനം ചെയ്യുന്നവർ, ഇങ്ങനെ ഓരോന്നും ദാനം ചെയ്യുന്നവർക്ക് ദാനം ചെയ്യുന്നതിൽ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ ദാശ്വാൻ എന്നൊരു ടൈറ്റിൽ കൊടുക്കാം.
അപ്പൊ ദാനം ചെയ്യുന്നവനാകുന്നു. അങ്ങനെയുള്ളവൻ കഥം ആർത്തിമൃച്ഛേത്, എങ്ങനെ ആർത്തിയെ പ്രാപിക്കും? അവൻ ആർത്തിയെ പ്രാപിക്കാൻ പാടുള്ളതാണോ? ഒരിക്കലും അവൻ ആർത്തിയെ പ്രാപിക്കാൻ പാടില്ല. കാരണം മറ്റുള്ളവരൊക്കെ ഇത് കാണും. വെറും വെള്ളം കൊണ്ടും പുല്ലുകൊണ്ടും പൂജിക്കുന്നവരൊക്കെ കാണും. മഹാബലി ഇത്രയും സമർപ്പിച്ചിട്ട് അവൻ ആർത്തി ഉണ്ടായി, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഈ പുല്ലും വെള്ളവും ഒക്കെ കൊടുക്കണത് എന്ന് അവർ വിചാരിക്കും. അങ്ങനെ അവർ പൂജകളെ ഉപേക്ഷിക്കും. അങ്ങനെ ആരും നേരായ വഴിക്ക് നടക്കാതെയാവും. സദാചാരം നശിച്ചു പോകും. എല്ലാവരും തോന്നിയവാസികളായി, നിരീശ്വരവാദികളായി, ധൂർത്തന്മാരായി, ദുഷ്ടന്മാരായി, അസുരന്മാരായി മാറും. അപ്പൊ അത് സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ പാടുമോ? അതുകൊണ്ട് ഇത്രയും നൽകിയതായിട്ടുള്ള ഇവൻ ഒരിക്കലും ദുഃഖത്തെ പ്രാപിക്കാൻ പാടുള്ളതല്ല. അവൻ എങ്ങനെ ആർത്തിയെ പ്രാപിക്കും? അതുകൊണ്ട് പാടുള്ളതല്ല. ഇവൻ ഇത്രയും തന്നു കഴിഞ്ഞു, സർവസ്വവും അങ്ങേക്ക് നൽകിക്കഴിഞ്ഞു. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ഗതിയാണ് അവന് കൊടുക്കേണ്ടത്. അതാണ് ബ്രഹ്മദേവന്റെ റെക്കമെൻഡേഷന്റെ ഉദ്ദേശ്യം. അല്ലെ, നമ്മുടെ മേൽപ്പത്തൂരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അങ്ങയെ ഭജിക്കാത്ത ആളുകൾക്ക് അങ്ങ് എല്ലാ സൗഖ്യവും കൊടുക്കുന്നു. അങ്ങയുടെ ഭക്തനായി അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്? അങ്ങയുടെ വാക്കുകൾക്ക് വിലയില്ലാതാവില്ലേ? വ്യാസോക്തികൾക്ക് വിലയില്ലാതാവില്ലേ? വേദവാക്കുകളൊക്കെ തെരുവ് തണ്ടികളുടെ വാക്കുകളായി മാറില്ലേ? അതുകൊണ്ട് എന്റെ രോഗത്തെ മാറ്റിത്തരൂ എന്ന് പറഞ്ഞ് ഭഗവാനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നമ്മുടെ മേൽപ്പത്തൂര്. എന്താ വരികള് ഓർമ്മ വരുന്നില്ല. നാരായണ. മൂന്നാം ദശകത്തിലെ 9-ാം ശ്ലോകം. മറുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ബവൽ സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാഭൂത് വരദ ഗദഭാരം പ്രശമയന് ഭവൽ ഭക്തോത്തംസം ജഡിതി കുരുമാം കംസദമനാം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയിൽ പരാങ്മുഖന്മാരായിട്ടുള്ളവർ പോലും സുഖികളായിരിക്കുന്നു. ത്വയി പരാഞ്ചോപി സുഖിനഃ. അങ്ങനെ ഇരിക്കെ ഭവൽ സ്നേഹി സോഹം സുബഹു പരിതപ്യേ കിമിതം. അങ്ങയെ സ്നേഹിക്കുന്ന ഞാൻ ഇങ്ങനെ പരിതപിക്കുകയോ, ഇതെന്തായത്? അകീർത്തിസ്തേ മാഭൂത്. അങ്ങേക്ക് അകീർത്തി വരാതിരിക്കട്ടെ. വരദ, അങ്ങ് വരദനാണെന്നൊക്കെ പേര് കേട്ടിട്ടുണ്ട്. ആ പേര് കളയാതിരിക്കൂ. അതുകൊണ്ട് ഗതഭാരം പ്രശമയൻ, എന്റെ രോഗഭാരത്തെ നശിപ്പിച്ച് ഭവൽ ഭക്തോത്തംസം ജഡിതി കുരുമാം, അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഞാനെന്ന് ലോകത്തോട് വിളിച്ചു പറയൂ. കംസദമന, അങ്ങ് ദുഷ്ടന്മാരെയൊക്കെ ദമിച്ചോളൂ, ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ഞെരുക്കരുതേ. അപ്പൊ എന്റെ രോഗത്തെ മാറ്റിത്തരൂ എന്നിങ്ങനെ ഭഗവാനെ പല രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന, നമ്മുടെ പരിഭവിക്കുന്ന മേൽപ്പത്തൂരൊക്കെ അങ്ങനെയൊക്കെ പറയാനുള്ള ബേസ് എവിടുന്നാണ്? ഇവിടുന്ന് തന്നെയാണ്. ദാ ഈ ബ്രഹ്മദേവന്റെ വാക്കുകളൊക്കെ. വെറുതെ ഒരു തുള്ളി വെള്ളവും ഇത്തിരി കണ്ണിക്കണ്ട പുല്ലും പറിച്ച് അങ്ങയുടെ കാൽക്കലിട്ടിട്ട് പൂജ ചെയ്യുന്നവർക്ക് വലിയ ഗതികളൊക്കെ അങ്ങ് കൊടുക്കുന്നു. ഇവിടെ സർവസ്വവും സമർപ്പിച്ചതായിട്ടുള്ള ഈ ഒരു മഹാത്മാവിന് ആർത്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാല് എന്താണ് അവസ്ഥ? ഇത് അങ്ങേക്ക് തന്നെ മോശമാവും. സനാതനധർമ്മം നശിച്ചു പോകും. ആളുകൾ അങ്ങേ ഭജിക്കാതെയാവും. കാരണം അവർക്ക് ഇതുപോലെയൊന്നും സാധിക്കില്ല. മഹാബലി ചെയ്തതുപോലെ സർവസ്വം സമർപ്പിക്കാനൊന്നും സാധിക്കില്ല. അവർ വല്ല പുല്ലോ വെള്ളോ ചെലവില്ലാത്ത പൂക്കളോ ഒക്കെ പറിച്ചു തരുന്നവരാണ്.
അവരതും കൂടി തരാതെയാവും എന്നുള്ള ആ ഒരു ഭീഷണിയാണ് ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാനോട് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ഇതെല്ലാം അറിയുന്ന ആളാണ്, അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി ഭഗവാന്റെ മറുപടി കാണാം. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ യമനുഗൃഹാമി തദ്വിശോ വിദുനോമ്യഹം യന്മദഃ പുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യതേ യഥാ കദാചിത് ജീവാത്മാ സംസരൻ നിജകർമ്മഭിഃ നാനായോനിഷു അനീശോയം പൗരുഷീം ഗതിമാവ്രജേത് ജന്മകർമ്മവയോരൂപവിദ്യൈശ്വര്യധനാദിഭിഃ യദ്യസ്യ ന ഭവേത്സ്തംഭഃ തത്രായം മദനുഗ്രഹഃ മാനസ്തംഭനിമിത്താനാം ജന്മാദീനാം സമന്തതഃ സർവശ്രേയഃ പ്രദീപാനാം ഹന്തമുഹ്യേന്ന മത്പരഃ. അപ്പോ ഭഗവാൻ മറുപടി പറയുന്നു. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ യം അനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം യന്മദഃ പുരുഷസ്തബ്ധോ ലോകം മാം ചാവമന്യതേ. ഭഗവാന്റെ ബ്രഹ്മദേവനെ നോക്കിക്കൊണ്ടുള്ള മറുപടി. ബ്രഹ്മദേവ, അങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്റെ ഒരു രീതിയാണ്, ഞാൻ ഇങ്ങനെയാണ്. അങ്ങ് പറയാത്തത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കാതിരിക്കുകയുമില്ല, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരീക്ഷണങ്ങൾ ചെയ്യാതിരിക്കുകയുമില്ല. ഞാൻ എന്റെ ഭക്തന്മാരെ ശരിക്കും പരീക്ഷിച്ച് പാകപ്പെടുത്തി പക്വതയാർജിച്ചതിന് ശേഷം മാത്രമേ അവരെ അനുഗ്രഹിക്കാറുള്ളൂ. ഇതാണ് എന്റെ രീതി. ബ്രഹ്മദേവനാണ് ചിന്തിക്കാതെ അല്ലെ ഹിരണ്യകശിപുവിന് വാരിക്കോരി എന്തൊക്കെയോ കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ബ്രഹ്മദേവനെ ആര് പ്രീതിപ്പെടുത്തിയാലും അവർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന സ്വഭാവം, അത് കാരണമാണ് ലോകത്തിലെ ദുഷ്ടന്മാരൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോ അങ്ങയെപ്പോലെയല്ല ഞാനിട്ടോ എന്നും കൂടി പറയാതെ പറയണ്ടോ എന്ന് വരികളുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പോ ഹേ ബ്രഹ്മൻ യം അനുഗൃഹാമി, അല്ലയോ ബ്രഹ്മദേവ, അഹം യം അനുഗൃഹാമി, ഞാൻ ആരെ അനുഗ്രഹിക്കുന്നുവോ, ആരെ അനുഗ്രഹിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നുവോ, അപ്പോൾ തദ് വിശഃ വിദുനോമി അഹം, അഹം ഞാന് തദ് വിശഃ വിദുനോമി. തദ് വിശഃ എന്ന് പറഞ്ഞാൽ അവന്റെ വിശഃ എന്ന് പറഞ്ഞാൽ ധനമെന്ന്, ഐശ്വര്യമെന്ന്, ഉപജീവന മാർഗമെന്ന് ഒക്കെ അർത്ഥമാണ്. അവന്റെ വൃത്തി. വിശ് പറഞ്ഞാൽ പ്രവേശനം എന്നുള്ള അർത്ഥത്തിൽ ധാതുവിൽ നിന്ന് വരുന്നതാണ് വൈശ്യ ശബ്ദവും ധനവും എല്ലാം. നമ്മൾ ഉദ്യോഗം ചെയ്തിട്ടാണ് ധനമുണ്ടാവുന്നത്. അപ്പോൾ ഓരോ ഉത്തമ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, കൃഷി, ഗോരക്ഷ, വാണിജ്യം മുതലായതിൽ പ്രവേശിക്കുമ്പോഴാണ് ധനം സമ്പാദിക്കപ്പെടുന്നത്. അതുകൊണ്ട് ധനത്തിന് വിശഃ എന്ന് പര്യായം. ഐശ്വര്യം, ധനം, അവന്റെ ഉപജീവന മാർഗം, വൃത്തി എന്നൊക്കെ അർത്ഥമാണ് വിശഃ. തദ് വിശഃ വിദുനോമ്യഹം, അവന്റെ ധനത്തെ മുഴുവൻ, അവന്റെ ഐശ്വര്യത്തെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയും. അതാണ് വിദുനോമി. വിശേഷേണ ദുനോമി, അവനിൽ നിന്ന് അകറ്റും. അവനെ തൽക്കാലം പരീക്ഷിച്ച് അവനെ ദരിദ്രനാക്കി മാറ്റും. എന്നിട്ടോ യന്മദഃ പുരുഷഃ സ്തബ്ധഃ ലോകം മാം ച അവമന്യതേ. കാരണം യന്മദഃ, ഈ വിശഃ എന്ന് പറഞ്ഞാൽ ധനം, ഐശ്വര്യം, അതുകൊണ്ടുള്ള മതം കൊണ്ടാണ് പുരുഷഃ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ സ്തബ്ധനായിട്ട്, അഹങ്കാരിയായിട്ട്, ഗർവിഷ്ഠനായിട്ട് ലോകം മാം ച അവമന്യതേ, ലോകത്തിലുള്ള എല്ലാവരെയും എന്നെ വരെയും, ഈശ്വരനായ എന്നെ പോലും അവമന്യത. അവമന്യത എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്നു, ചെറുതാക്കുന്നു, അവമാനിക്കുന്നു, ഞങ്ങളെ കാര്യമാക്കുന്നില്ല. ലോകത്തെയും അവൻ ബഹുമാനിക്കുന്നില്ല, ഈശ്വരനെയും അവൻ ബഹുമാനിക്കുന്നില്ല, വേണ്ടത്ര ആദരവില്ല. അവന്റെ വിചാരം തന്റെ ധനം കൊണ്ട് തനിക്ക് എന്തും സാധിക്കും. അതുകൊണ്ട് തനിക്കെന്തിനാ ലോകത്തിന്റെ അപേക്ഷ, തനിക്കെന്തിനാ ഈശ്വരന്റെ അപേക്ഷ, ഞാനെന്തിന് ഈശ്വരനെ ഭജിക്കണം, ഈശ്വരന്റെ പുറകെ പോകണം, ഈശ്വരന്റെ നിയമങ്ങളെ അനുസരിക്കണം, ഞാൻ സ്വയം ഈശ്വരനാണ്, ഐ ക്യാൻ മാനേജ് മൈസെൽഫ്, ഐ എം സെൽഫ് റിലയന്റ്, ഐ എം ഫ്രീ എന്നിങ്ങനെ തോന്നിയ വാസം ചിന്തിക്കും. ധനം, ഐശ്വര്യം,
ഇതൊക്കെ മതത്തെ ഉണ്ടാക്കുന്നതാണ്. എൻ മത, യാതൊന്നുകൊണ്ട് മതം പിടിച്ച് സ്തബ്ധനായിട്ടുള്ള ഒരുവൻ അഹങ്കാരിയായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ജഡാവസ്ഥയെ പ്രാപിച്ച്, സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ ജഡാവസ്ഥയെ പ്രാപിച്ചവൻ എന്നാണ്. തൂണ് പോലെ ആയവൻ. തൂണിന് ചിന്തിക്കാൻ കഴിവുണ്ടോ? വഴിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ തൂണ് മാറുമോ? തൂണ് അവിടെ തന്നെ നിൽക്കും. അപ്പൊ തൂണിനെ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ജഡമായി തീരുന്നവരാണ് ഈ അഹങ്കാരികൾ. അപ്പൊ അങ്ങനെയുള്ള അഹങ്കാരികൾ ലോകത്തെ അപമാനിക്കും, എന്നെയും അപമാനിക്കും. അവർക്ക് ആരോടും ഒരു തരത്തിലുള്ളതായിട്ടുള്ള ഒരു മനസാക്ഷിയുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല, അല്ലെങ്കിൽ സ്നേഹവുമില്ല, ബഹുമാനവുമില്ല, ഒരു തരത്തിലുള്ള കൺസേണും കൺസിഡറേഷനും ഒന്നുമില്ല. അങ്ങനെ ക്രൂരന്മാരായി തീരും. അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, ഒരുത്തനെ അവന്റെ പാത്രം കഴുകുകയാണ് ഞാൻ ആദ്യം ചെയ്യുക. പാത്രം കഴുകിയിട്ടേ അതിൽ നല്ല ദ്രവ്യം കൊടുക്കാൻ പാടുള്ളൂ. വൃത്തിയില്ലാത്ത പാത്രത്തിൽ എന്ത് കൊടുത്തിട്ടും അത് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് ആദ്യം അവനെ ശുദ്ധനാക്കുന്നു ഞാൻ. ബ്രഹ്മൻ യമനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം യന്മതഃ പുരുഷസ്തബ്ധോ ലോകം മാം ച അവമന്യത്തെ യഥാ കദാചിത് ജീവാത്മാ സംസരൻ നിജകർമ്മഭിഃ നാനായോനിഷു അനീശോയം പൗരുഷീം ഗതിമവ്രജേത്. അനീശഃ അയം ജീവാത്മാ. ഈ ജീവാത്മാവ് അസ്വതന്ത്രനായിരുന്നു. തന്റെ കർമ്മബന്ധങ്ങളാൽ പരവശനായി, തന്റെ വാസനകളാൽ പരവശനായിട്ടുള്ള അനീശനായ ഈ ജീവാത്മാവ് നിജകർമ്മഭിഃ, തന്റെ കർമ്മം കാരണമായിട്ട്, തന്റെ കർമ്മങ്ങളാൽ നാനായോനിഷു സംസരൻ, വിവിധ ജീവജാലങ്ങളിൽ ജനിച്ച് വളർന്ന് സംസരിച്ച് അനേക പീഡകൾ യാതനകൾ അനുഭവിച്ച് ജന്മജന്മാന്തരങ്ങളായിട്ട് ഓരോ ജന്തുക്കളായി ജനിച്ച് യഥാ കഥാചിത് പൗരുഷീം ഗതിം ആവ്രചേത്, എങ്ങനെയോ എപ്പോഴോ, യഥാ കഥാചിത് എപ്പോഴോണെന്നറിയില്ല, എങ്ങനെയാന്നറിയില്ല, പൗരുഷീം ഗതിം ആവ്രചേത്. പൗരുഷീം ഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യയോനിയെ, മനുഷ്യാവസ്ഥയെ പ്രാപിക്കുന്നു. ജന്തൂനാം നരജന്മ ദുർലഭം. അപ്പൊ ജന്തുക്കളിൽ വെച്ച് നരജന്മം ഏറ്റവും ദുർലഭമായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എത്രയോ കാലം, എത്രയോ ജന്മങ്ങൾ, എത്രയോ യോനികളിലൂടെ കടന്നു വന്ന് കഷ്ടപ്പാടുകൾ സംസാരം അനുഭവിച്ച് അസ്വതന്ത്രനായി അവശനായി കടന്നു വന്ന അവസാനം എങ്ങനെയോ എപ്പോഴോ ഒരു മനുഷ്യജന്മം കിട്ടുന്നു, ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം. അപ്പോ ആ മനുഷ്യജന്മം കൊണ്ട് ഗർവമില്ലാതിരിക്കുകയാണ് വേണ്ടത്, സത്യം അറിയുകയാണ് വേണ്ടത്, ഈശ്വരനെ അറിയുകയാണ് വേണ്ടത്. അതിന്റെ ഇടയ്ക്കാണ് ഇമാതിരിയുള്ളതായിട്ടുള്ള അഹങ്കാരങ്ങളൊക്കെ വന്ന് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് അവൻ നശിച്ചു പോകുന്നത്. ജന്മകർമ്മ വയോരൂപ വിദ്യ ഈശ്വര്യധനാദിഭിഃ യദ്യസ്യ ന ഭവേത് സ്തംഭഃ തത്രായം മദനുഗ്രഹഃ. ജന്മകർമ്മ വയോരൂപ വിദ്യ ഐശ്വര്യധനാദിഭിഃ യദി അസ്യ ന ഭവേത് സ്തംഭഃ തത്രായം മദനുഗ്രഹഃ. അപ്പൊ ഇങ്ങനെ ദുർലഭമായ മനുഷ്യജന്മം കിട്ടി അവിടെയും പല സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുമ്പോ ഒരാൾക്ക് ഗർവം വരുന്നില്ലെങ്കിൽ അതെന്റെ അനുഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ, അതെന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ അങ്ങനെ ഗർവം വരാത്തവർ ഭാഗ്യവാന്മാർ, സുകൃതികൾ, അനുഗ്രഹീതർ. അതാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ കൊണ്ട് അഹങ്കാരം വരാം? ജന്മം കൊണ്ട് നല്ല കുലത്തിൽ ജനിച്ചാൽ ആഢ്യത്വം വന്നു ചേരും. ഞാനാരാ മോൻ, ഇന്ന രാജാവിന്റെ അനന്തരാവകാശിയാണ്, അല്ലെങ്കിൽ ഇന്ന ബ്രാഹ്മണന്റെ കുലമഹിമയുള്ളതായിട്ടുള്ള ബ്രാഹ്മണ ഗൃഹത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ധനികന്റെ കുലത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വലിയ പണ്ഡിതന്മാരുടെ കുലത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജന്മം കൊണ്ടുള്ളതായിട്ടുള്ള അഹങ്കാരം, കർമ്മം കൊണ്ട് താൻ ചെയ്യുന്ന കർമ്മരംഗത്ത് താൻ കേമനാണെന്നുള്ളതായിട്ടുള്ള വിചാരം, മറ്റുള്ളവരൊക്കെ നിസാരന്മാരും താൻ മാത്രം വലിയ കൊമ്പത്തിരിക്കുന്ന ആള്, അല്ലെ? കർമ്മം കൊണ്ട്, നല്ല കർമ്മങ്ങൾ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയാൽ അതുകൊണ്ട് ഉള്ളതായിട്ടുള്ള അഹങ്കാരം, വയസ്സ്, യൗവനത്തിന്റെ അഹങ്കാരം, അതാണ് വയഹ എന്ന് പറയുന്നത്. യൗവനത്തിൽ അഹങ്കാരം മൂക്കും. രൂപം, സൗന്ദര്യം, ആരോഗ്യം, ഇതൊക്കെ നമുക്ക് അഹങ്കാരത്തിന് കാരണമാണ്. വിദ്യ, നല്ല നോളജ് ഉണ്ടാവുക, ക്വാളിഫൈഡ് ആവുക, അത് അഹങ്കാര കാരണമാണ്. ഐശ്വര്യം, നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക,
ധനാദിഭിഹി, സമ്പത്ത് മുതലായതും ഇങ്ങനെയുള്ളതൊക്കെ അഹങ്കാര കാരണമാണ്. പക്ഷേ യദി അസ്യ ന ഭവേത് സ്തംഭ, ഇതൊക്കെ ഉണ്ടായിട്ടും യദി അസ്യ സ്തംഭ ന ഭവേത്, അവന് സ്തംഭത്വം വന്നു ചേരുന്നില്ലെങ്കിൽ, അവന് ഗർവം, അവൻ മൂഢനായി തീരുന്നില്ലെങ്കിൽ, അവൻ എന്താ പറയുക, സ്ഥാപനങ്ങളെ പോലെ ജഡത്വം പ്രാപിച്ചില്ല എങ്കിൽ, അവൻ വിവേകിയായി തന്നെ തുടരുന്നുവെങ്കിൽ, അവൻ വിനയമുള്ളവനായിരിക്കുന്നുവെങ്കിൽ, അവൻ ഈശ്വരനെയും ലോകത്തെയും ബഹുമാനിക്കുന്നുവെങ്കിൽ, തത്ര അയം മദനുഗ്രഹ, അത് ഇവിടെ എന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അവനെ നല്ലോണം അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അതും അവന്റെ ഏതൊക്കെയോ പൂർവജന്മ സുഹൃതമായിരിക്കാം. ഈ ജന്മത്തിലും അവന് കിട്ടിയിട്ടുള്ള സംസ്കാരം കൊണ്ട് അവൻ നല്ലത് മാത്രം ചിന്തിക്കുന്നു, നല്ലത് മാത്രം പ്രവർത്തിക്കുന്നു, വിനയത്തോടു കൂടിയിരിക്കുന്നു. നല്ല അച്ഛനമ്മമാർ അവനെ ദോഷമില്ലാതെ വളർത്തിയിരിക്കുന്നു, എപ്പോഴും വിനയം പഠിപ്പിച്ചിരിക്കുന്നു, മുതിർന്നവരെ ബഹുമാനിക്കാൻ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവർക്കും ആവുന്ന സഹായം ചെയ്യാൻ ഒക്കെ അച്ഛനമ്മമാരെ അഭ്യസിപ്പിച്ചാൽ അതുപോലെ നല്ല ഭാഗ്യമുള്ള മക്കളായിട്ട് വളരും. അവർക്ക് ഈശ്വരാനുഗ്രഹം ഉറപ്പാണ്, അവർ വിനയുള്ളവരായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടും ഗർവം ഉണ്ടാവുന്നില്ലയോ, അവർ ഈശ്വരന്റെ അനുഗ്രഹത്തിന് പ്രത്യേക പാത്രീഭവിച്ചവരാണ്. അതാണ് തത്രായം മദനുഗ്രഹ. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തതഃ സർവശ്രേയഃ പ്രതീപാനാം ഹന്തമുഹ്യേത് ന മത്പരഃ. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തതഃ സർവശ്രേയഃ പ്രതീപാനാം ഹന്തമുഹ്യേത് ന മത്പരഃ. മത്പരഃ ന മുഹ്യേത്, ഇത് വളരെ പ്രധാനമാണ്. മത്പരഃ, എന്നെ തന്നെ പരമമായി കരുതുന്നവൻ, ഞാനാണ്, ഈശ്വരനാണ് ഏറ്റവും വലിയവൻ, ഈശ്വരനാണ് പരമൻ, ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത്, ഈശ്വരന്റേതാണ് ഇതെല്ലാം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഈശ്വരനാണ്, അത് പരിപാലിക്കുന്നത് ഈശ്വരനാണ്, അത് സംഹരിക്കുന്നത് ഈശ്വരനാണ്, ആ രൂപത്തിലിരിക്കുന്നത് ഈശ്വരനാണ്, ഈശ്വരൻ അല്ലാതെ മറ്റൊന്നില്ല. സത്യം പരം ധീമഹി. മത്പരഹ എന്ന് പറഞ്ഞാൽ സത്യം പരം ധീമഹി തന്നെ. ഭഗവാനെ പരമമായി കാണുന്നവൻ, പരമസത്യത്തെ ദർശിക്കുന്നവൻ, അവനാണ് യഥാർത്ഥം കാണുന്നവൻ. അപ്പൊ മത്പരഹ ന മുഹ്യേത്, അവന് മോഹമുണ്ടാവുകയില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ മോഹിക്കില്ല. അവൻ ഇതൊക്കെ അസത്താണെന്ന് കാണും. അനിത്യം അസുഖം ലോകം എന്ന് കാണുന്നവനാണ് മത്പരഹ. അതാണ് എന്തൊക്കെയാണ്? മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം, ജന്മാദികൾ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ജന്മ കർമ്മ വയോ രൂപ വിദ്യ ഐശ്വര്യ ധനം മുതലായതെല്ലാം എന്തിന് കാരണങ്ങളാണ്? മാനസ്തംഭ നിമിത്തങ്ങളാണ്. അഭിമാനവും അഹങ്കാരവും ഗർവവും വന്ന് സ്തംഭം പോലെ ആവാൻ, മൂഢനായി തീരാനുള്ള നിമിത്തമാണിതെല്ലാം. ഈ ഐശ്വര്യങ്ങളൊക്കെ മൂഢത്വത്തിലേക്കുള്ള കാരണമാണ്. എന്നിട്ടും അതെന്താണ്? സർവ ശ്രേയപ്രദീപാനാം, എല്ലാ ശ്രേയസിനെയും നശിപ്പിക്കുന്നവയാണ് ഈ പറഞ്ഞ ഐശ്വര്യങ്ങളൊക്കെ. എന്നിട്ടും സമന്തതഃ, എല്ലാം കൊണ്ടും എല്ലാ ശ്രേയസിനെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ ജന്മാദികളൊക്കെ ഉണ്ടായിട്ടും ആരാണ് മോഹിക്കാതിരിക്കുന്നത്? മത്പരഃ ന മുഹ്യേത് ഹന്ത. ഹന്ത എന്നുള്ളത് ഒരു ആശ്ചര്യം പോലെ പറയുന്നു. തീർച്ചയായിട്ടും എന്നെ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നവർ, എന്നെ പരമമായിട്ട് കരുതുന്നവർ, അവർക്ക് ഇതുപോലെയുള്ള മൂഢത്തരങ്ങൾ വന്നു ചേരില്ല. അവരെപ്പോഴും എന്നെ മറക്കാതെ ഏത് ഐശ്വര്യം അവർക്ക് വന്നു ചേർന്നാലും അതെല്ലാം ഈശ്വര കാരുണ്യമായി കരുതി, അതുകൊണ്ട് അവർ ഗർവിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല, ഈശ്വരനെ പുച്ഛിക്കുന്നില്ല. അപ്പോ ഒരു മനുഷ്യനെ എന്താ പറയുക, നല്ല വിവേകമുള്ളവനാക്കി, നല്ല വിനയമുള്ളവനാക്കി, നല്ല മനുഷ്യനാക്കാനുള്ള ഏറ്റവും നല്ല ഗുണം എന്താണ്? ഈശ്വരനെ ഏറ്റവും വലിയവനായി കാണുക എന്നുള്ളത്. മത്പരഹ ഭഗവൽപരഹ, ഭഗവാനെ പരമമായിട്ട് ആര് കാണുന്നുവോ അവർക്ക് യാതൊരു തരത്തിലുള്ള ഗർവവും വരികയില്ല. അവർ ഈശ്വരനാൽ അനുഗ്രഹീതരായിരിക്കുന്നു.
നമ്മുടെ എന്താ പറയുക, കുട്ടികളൊന്നും വഴിതെറ്റാതിരിക്കാൻ ആദ്യമേ നമ്മൾ അവർക്ക് ഈശ്വരന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്ത് ഉറപ്പിക്കണം. കൗമാരേ ആചരേ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. അവരുടെ ഉള്ളില് ഈശ്വര ബോധം ഉറയ്ക്കണം. ഈ ലോകത്തിലുള്ള എത്ര ശക്തന്മാരായിട്ടുള്ള ആരും ഇവിടെ ഒന്നും സാധിച്ചിട്ടില്ല, നേടിയിട്ടില്ല, അല്ലെങ്കിൽ ശാശ്വതമായി നിന്നിട്ടില്ല. അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് കയ്യും മലർത്തി പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ജീവിതത്തിൽ നഷ്ടവും പരാജയവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അല്ല നമ്മൾ പൂജിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, അവരെയല്ല ബഹുമാനിക്കേണ്ടത്. പിന്നെയോ ഭഗവാനെയാണ് ബഹുമാനിക്കേണ്ടത്. ഭഗവാൻ മാത്രമാണ് ശാശ്വതമായ ഐശ്വര്യത്തിന്റെ, വീര്യത്തിന്റെ, യശസ്സിന്റെ, ശ്രീയുടെ, ജ്ഞാനത്തിന്റെ, വൈരാഗ്യത്തിന്റെ, എല്ലാറ്റിന്റെയും നിധി. ആ ഭഗവാനെ ആരാധിക്കണമെന്ന് നമ്മൾക്കും ബോധമുണ്ടാവണം, നമ്മുടെ തലമുറകൾക്കും ചെറുപ്രായത്തിലെ ബോധ്യപ്പെടുത്തണം. എന്തായാലും നമുക്ക് സൺഡേ സ്കൂളുകളില്ല, മദ്രസകളില്ല, ഗവൺമെന്റ് സഹായമില്ല, നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളാവട്ടെ ഇങ്ങനെയുള്ള ആ ഈശ്വര ഭക്തി കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിക്കാനുള്ള കളരി. വേറെ വഴിയില്ല, ഒരു സ്കൂളിലും ഇത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വരും തലമുറകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കുട്ടികളെ ആത്മീയമായിട്ടുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരനോടുള്ള ഭക്തിയോടുകൂടെ വളർത്താൻ കഴിയും, പ്രഹ്ലാദനെ പോലെ വളരാൻ കഴിയും എന്ന് മനസ്സിരുത്തുക. അവർക്കെന്തുണ്ടാവില്ല? മോഹമുണ്ടാവില്ല. അവർ മൂഢന്മാരാവില്ല, അവർ സ്തംഭങ്ങളെപ്പോലെ ആവില്ല, ജഡങ്ങളായി തീരില്ല. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തതഃ സർവശ്രേയ പ്രദീപാനാം ഹന്തമുഖ്യേന്ന മത്പരഃ ഏഷ ദാനവദൈത്യാനാം അഗ്രണീഃ കീർത്തിവർദ്ധനഃ അജൈഷീദ് അജയാം മായാം സീതന്നപി ന മുഹ്യതി. ഏഷ ദാനവദൈത്യാനാം അഗ്രണീഃ കീർത്തിവർദ്ധനഃ അജൈഷീദ് അജയാം മായാം സീതന്നപി ന മുഹ്യതി. മഹാബലിയെ ഭഗവാൻ പ്രശംസിക്കുന്നു. ഭഗവാൻ തന്നെ മഹാബലിയെ പ്രശംസിക്കുന്നു. ഏഷഃ ഈ നിൽക്കുന്നവൻ, ഈ മഹാബലി, ദാനവദൈത്യാനാം അഗ്രണീഃ, ഇവൻ ദാനവന്മാർക്കും ദൈത്യന്മാർക്കും അഗ്രണിയാകുന്നു, അവരുടെ നേതാവാകുന്നു, അവരുടെ നാഥനാകുന്നു. കീർത്തിവർദ്ധനഃ ഈ വംശത്തിന് തന്നെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനാകുന്നു. അജയാം മായാം അജൈഷീത് ജയിക്കാൻ പറ്റാത്ത മായേവൻ ജയിച്ചിരിക്കുന്നു. എന്താണ് മായ? ഈ ലോകത്തിലുള്ള സത്യത്വ ബുദ്ധിയാണ് മായ, ശരീരത്തിലുള്ളതായിട്ടുള്ള ആത്മബുദ്ധിയാണ് മായ. ഇത് രണ്ടിനെയും അവൻ ജയിച്ചിരിക്കുന്നു. തന്റെ ശരീരത്തെ തന്നെ ഭഗവാന് സമർപ്പിച്ച്, തന്റെ സർവസ്വവും ഈ ജഗത്തിനെ മുഴുവൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അതിലൊന്നും യാതൊരു കുലുക്കവും ഇല്ലാതിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിലും അവന് ആസക്തിയില്ല. അവന്റെ ദേഹത്തിനോട് പോലും അവന് മമതയില്ല. അങ്ങനെ അവൻ ഇതെല്ലാം നശ്വരമാണ്, നശിക്കാനുള്ളതാണ്, അനാത്മാവാണ് എന്നുള്ള ബോധത്തിൽ എല്ലാം ത്യജിച്ചിരിക്കുന്ന ഒരു സന്യാസിയെ പോലെ, ഒരു ഉത്തമ സന്യാസിയായിരിക്കുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവൻ മായയെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സീതന്നബി ന മുഹ്യതി. സീതന്നബി, സീതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തളർന്നിരിക്കുന്നു, സീതതി എന്ന് പറഞ്ഞാൽ തളരുക. ഇവന് തളർച്ചയുണ്ടായിട്ടും ക്ഷീണമുണ്ടായിട്ടും ഞാൻ അവനെ എല്ലാ രീതിയിലും കോർണർ ചെയ്ത് പരാജയപ്പെടുത്തി ശ്വാസം മുട്ടിച്ചിട്ടും ന മുഹ്യതി, അവന് യാതൊരു മാറ്റവുമില്ല, അവന് മോഹമില്ല, അവൻ ചലിക്കുന്നില്ല, അവൻ സ്ഥിതപ്രജ്ഞനായിരിക്കുന്നു. അതുകൊണ്ട് അവൻ മായയെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. അവൻ മിടുമിടുക്കനാണ്, അസുരന്മാർക്ക് മുഴുവൻ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനാണ്. ഏഷദാനവദൈത്യാനാമഗ്രണീഃ കീർത്തിവർദ്ധനഃ
അജൈഷീദജയാം മായാം സീതന്നപി ന മുഹ്യതി ക്ഷീണരിക്തശ്ച്യുതഃ സ്ഥാനാദ് ക്ഷിപ്തോ ബദ്ധശ്ച ശത്രുഭിഃ ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാം അനുജാപിതഃ ഗുരുണാ ബൽസിത ശബ്ദോ ജഹൗ സത്യം ന സുവ്രതഃ ചലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക്ക്. ഭഗവാൻ തന്നെ എത്രയാണ് മഹാബലിയെ പ്രശംസിക്കുന്നത് നോക്കൂ. ക്ഷീണരിക്തഃ ച്യുതഃ സ്ഥാനാത് ക്ഷിപ്തോ ബദ്ധശ്ച ശത്രുഭിഃ ജ്ഞാതിഭിശ്ച പരിത്യക്തോ യാതനാം അനുയാപിതഃ. ക്ഷീണരിക്തഃ, റിക്തം ധനം, ക്ഷീണരിക്തഃ എല്ലാ ധനവും ക്ഷയിച്ചവൻ, ദാരിദ്ര്യം ബാധിച്ചവൻ, സർവസ്വവും നഷ്ടപ്പെട്ടവൻ. സ്ഥാനാത് ച്യുതഃ, മൂന്ന് ലോകത്തിന്റെയും ആധിപത്യം വഹിച്ചിരുന്ന ആ സ്ഥാനത്തിൽ നിന്നതാ പതിച്ചിരിക്കുന്നു, ഒന്നുമില്ലാതെയായിരിക്കുന്നു. ത്രിലോകാധിപത്യം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ഥാനാത് ച്യുതഃ ശത്രുഭിഃ ക്ഷിപ്തഃ, ശത്രുക്കളാൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊക്കെ ഇപ്പൊ എത്ര ചീത്ത വിളിച്ചു അല്ലേ? ഭഗവാൻ തന്നെ വിരട്ടുന്ന പോലെ ചീത്ത വിളിച്ചു. അതുപോലെ ഗരുഡാദികള് പാർഷദന്മാരൊക്കെ അദ്ദേഹത്തെ പല രീതിയിൽ പീഡിപ്പിച്ചു. ആണ് ശത്രുഭിഃ ക്ഷിപ്തഃ, ശത്രുക്കളാൽ ക്ഷേപിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു. ബദ്ധഃ, ബന്ധിക്കപ്പെട്ടു, വരുണപാശം കൊണ്ട് ബന്ധനസ്ഥനായി. ജ്ഞാതിഭിഃ പരിത്യക്തഃ, ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടു. ആദ്യം ഗുരു തന്നെ ഉപേക്ഷിച്ചു അല്ലെ? ഗുരു തന്നെ ശപിച്ചു. പിന്നീട് അസുരന്മാരെ ബന്ധുക്കളെല്ലാരും രസാതലത്തിലേക്ക് ഓടിപ്പോയി. കൊള്ളാൻ പറഞ്ഞു, എല്ലാവരും സ്ഥലം വിട്ടു. അപ്പൊ ആർക്കും വേണ്ട, അതുകൊണ്ട് എല്ലാരും രക്ഷപ്പെട്ടു പോയി. അപ്പൊ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനും, എന്തിന് ഭാര്യ അടക്കം തിരി തള്ളി പറഞ്ഞു അല്ലേ? വിന്ധ്യാവലി അടക്കം തള്ളി പറഞ്ഞു. എന്നിട്ടും യാതനാം അനുയാപിതഃ, യാതനയെ, വേദനയെ, തീവ്രമായ വേദനയെ അനുയാപിതഃ, അവൻ പ്രാപിപ്പിക്കപ്പെട്ടവനായി. എല്ലാവരും അവനെ കോർണർ ചെയ്ത് പീഡിപ്പിക്കണം. എല്ലാവരുടെ ഭാഗത്തുനിന്നും കുറ്റപ്പെടുത്തലും അല്ലേ, നിന്ദിക്കലും എല്ലാം അനുഭവിക്കുന്നു. ഇതൊരു തീവ്ര വേദനയാണ്. അതെല്ലാം പ്രാപിപ്പിക്കപ്പെട്ടു. ഇത്രയും വലിയ കഷ്ടങ്ങൾ മഹാബലി അനുഭവിച്ചു. ഗുരുണാബൽസിതഃ ശബ്ദഃ, അത് മുമ്പേ പറഞ്ഞത് വീണ്ടും പറയണം. ഗുരുണ, ആ ശുക്രാചാര്യരാൽ ബൽസിതഃ ശബ്ദഃ, ഭത്സിക്കപ്പെട്ടു. അഹങ്കാരി, മൂഢ എന്നൊക്കെ വിളിച്ച്, മൂഢ വർത്തിഷ്യസേ കഥം, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഹേ മൂഢ നീ എങ്ങനെ കഴിച്ചു കൂട്ടും എന്നൊക്കെ ചോദിച്ചു. എന്നെ ശപിക്കുകയും ചെയ്തു. നിന്റെ എല്ലാം നഷ്ടപ്പെടും, നീ ഐശ്വര്യഭ്രഷ്ടനായിത്തീരും എന്ന് പറഞ്ഞ് ശപിക്കുകയും ചെയ്തു. ഗുരുണാ ബൽസിതഃ ശബ്ദഃ, എന്നിട്ടും സുവ്രതഃ, നല്ല ദൃഢമായ വ്രതത്തോടു കൂടിയവൻ. സത്യം ന ജഹൗ, അതാണ് വ്രതം. സത്യം ന ജഹൗ, സത്യത്തെ ഉപേക്ഷിച്ചില്ല. ന ജഹൗ എന്ന് പറഞ്ഞാൽ അവൻ ഉപേക്ഷിച്ചില്ല, സത്യത്തെ വെടിഞ്ഞില്ല, സത്യത്തിന് യാതൊരു ഹാനിയും ഉണ്ടാക്കിയില്ല അവൻ. ഇനി ചലൈരുക്തോ മയാ മയാ ചലൈഹി ഉക്തഃ, എന്നാൽ ഛലങ്ങളാൽ, ഛലമെന്നാൽ വ്യാജം, പലതരത്തിലുള്ള വ്യാജ പ്രയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ചലൈഹി ധർമ്മഃ ഉക്തഃ എന്ന് പറയാം. കപടമായിട്ട് ഞാൻ പല ധർമ്മങ്ങളെയും പറഞ്ഞു അവനോട്. പക്ഷെ ആ സുവ്രതനായിട്ടുള്ള ഇവൻ, അയം സത്യവാക്ക് സത്യം ന ത്യജതി, സത്യവാക്കായിട്ടുള്ള ഇവൻ സത്യത്തെ ഉപേക്ഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള മഹാബലിയെ നമ്മൾ മനസ്സിലാക്കി ഭഗവാനോടുകൂടെ ആരാധിക്കണം. മഹാബലിയുടെ നന്മകളെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണം മഹാബലി ആരാധിക്കാൻ. അല്ലെങ്കിൽ ഓണത്തിന് കള്ള് ധാരാളം ചെലവാകും. വെറും ഒരു അസുരൻ എന്ന് മാത്രം കണ്ടുകൊണ്ട് മഹാബലിയെ പൂജിക്കാൻ പാടുള്ളതല്ല. മഹാബലിയുടെ ഈ പറയുന്നതായിട്ടുള്ള ഗുണങ്ങളെ എല്ലാം ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള, ഭഗവാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ്, എല്ലാ പരീക്ഷണങ്ങളെയും ധീരനായി നേരിട്ട് സത്യസന്ധനായി നിലകൊണ്ട് ധർമ്മം ചരിച്ച ആ മഹാപുരുഷൻ എന്നുള്ള രീതിയിൽ
ശ്രീരാമസ്വാമിയോട് ശ്രീരാമസ്വാമി എങ്ങനെയാണോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്, അതുപോലെ ഈ മഹാബലിയും ഒരു ധർമ്മമൂർത്തിയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബഹുമാനത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ആരാധിക്കാം. തീർച്ചയായിട്ടും ആരുടെ കൂടെ? ഭഗവാന്റെ കൂടെ. ഭഗവാനെ മറന്നുകൊണ്ടുള്ള ഒരു മഹാബലിയും വേണ്ട. ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ഭക്തോത്തമനായ, ഭഗവാന്റെ പാർഷദനായ, സത്യസന്ധനായ, ധീരനായ മഹാബലിയെ നമുക്ക് വേണം. ആ മഹാബലിയെ നമ്മൾ നിന്ദിക്കേണ്ട കാര്യമൊന്നുമില്ല, ബഹുമാനിക്കുക തന്നെ വേണ്ടത്, പൂജിക്കുക തന്നെ വേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷമൊന്നും ഇല്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കും. അല്ലേ? മഹാബലിയുടെ കഥ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ പിന്നെയും രാഗവും ദ്വേഷവും ബാക്കി നിൽക്കാൻ പാടുമോ? മഹാബലിയോട് ദ്വേഷം, ഭഗവാനോട് രാഗം, അല്ലെങ്കിൽ തിരിച്ച് ഭഗവാനോട് ദ്വേഷം, മഹാബലിയോട് രാഗം, ഇത് രണ്ടും പാടില്ല. ഭാഗവതം പഠിപ്പിക്കുന്നത് വൈരാഗ്യമാണ്. രാഗദ്വേഷരഹിതമായിട്ടുള്ള കാര്യങ്ങളെ ഈശ്വരേച്ഛയായി കാണാൻ പഠിപ്പിക്കുന്നതാണ്. ഏത് സാഹചര്യവും ഈശ്വര നിശ്ചയമാണ് എന്ന് കണ്ട് പ്ലസന്റ് ആയിരിക്കുക എപ്പോഴും. അപ്പൊ ഗുരുണാഭത്സിതശബ്ദോ ജഹൗ സത്യം ന സുവ്രതഃ ഛലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി സത്യവാക് യേഷ മേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപം അമരൈരപി സാവർണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയഃ യേഷ മേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപം അമരൈരപി സാവർണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയഃ യേഷഃ മേ സ്ഥാനം പ്രാപിതഃ യേഷഃ ഇവൻ മേ എന്റെ ദുഷ്പ്രാപം സ്ഥാനം പ്രാപിതഃ ദുഷ്പ്രാപമായിട്ടുള്ള ആർക്ക് പോലും അമരൈരപി ദേവന്മാർക്ക് പോലും പ്രാപിക്കാൻ ദുഃഖമേറിയ സ്ഥാനം ഇവൻ എന്നിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. എന്റെ അനുഗ്രഹം കൊണ്ട് ഇവൻ ശ്രേഷ്ഠമായൊരു സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു. ആ സ്ഥാനം ദേവന്മാർക്ക് പോലും സാധിക്കില്ല. സാവർണേഹേ അന്തരസ്യ മദാശ്രയ അയം ഇന്ദ്രഃ ഭവിത. അപ്പൊ മദാശ്രയ അയം, എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവൻ, പൂർണ്ണമായും എന്നിൽ സമർപ്പിതനായിട്ടുള്ള ഇവൻ, സാവർണേഹേ അന്തരസ്യ ഇന്ദ്രഃ ഭവിത. സാവർണിയുടെ അന്തരം, സാവർണി മന്വന്തരം, സാവർണി മന്വന്തരത്തിന്റെ ഇന്ദ്രഃ ഭവിത, ഇന്ദ്രനായി ഭവിക്കും. അപ്പോ ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള ഒരു ബഹുമാനവും സ്ഥാനവും എന്നാൽ ഇവന് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി വരുന്ന മന്വന്തരം, സാവർണി മന്വന്തരത്തിൽ ഇവൻ ഇന്ദ്രനായിട്ട് ഭവിക്കും. തുടർന്ന് പറയുന്നു, താവത് സുതലമധ്യാസ്താം വിശ്വകർമ്മ വിനിർമ്മിതം യന്നാധയോ വ്യാധയശ്ച ക്ലമസ്തന്ദ്രാപരാഭവഃ നോപസർഗാ നിവസതാം സംഭവന്തി മമേക്ഷയാ. താവൽ സുതലമധ്യാസ്താം വിശ്വകർമ്മ വിനിർമ്മിതം യന്നാധയോ വ്യാധയശ്ച ക്ലമസ്തന്ദ്രാപരാഭവഃ നോപസർഗാ നിവസതാം സംഭവന്തി മമേക്ഷയാ. താവത് വിശ്വകർമ്മ വിനിർമ്മിതം സുതലം അധ്യാസ്താം. താവത് അതുവരയ്ക്ക്, ഏതുവരയ്ക്ക്? സാവർണി മന്വന്തര പര്യന്തം, ഈ വൈവസ്വത മന്വന്തരം കഴിയുവോളം, സാവർണി മന്വന്തരം ആരംഭിക്കുന്നത് വരേക്കും ഇവൻ വിശ്വകർമ്മ വിനിർമ്മിതം സുതലം അധ്യാസ്താം, ദേവശില്പി തന്നെയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സുതലം എന്ന സുഷ്ടുവായ തലത്തെ, ഏറ്റവും ശോഭനമായ തലത്തെ അധ്യാസ്താം, അധിവസിക്കട്ടെ, അവിടെ പോയി വസിക്കട്ടെ. അവിടെ എന്തൊക്കെയാണ് വിശേഷം? യത് ന ആദയോ വ്യാധയഃ ച ക്ലമഃ തന്ത്രാപരാഭവഃ ന ഉപസർഗാഃ നിവസതാം സംഭവന്തി മമേക്ഷയാ. യത് നിവസതാം, ഏതൊരു സുതലത്തിൽ നിവസിക്കുന്നവർക്ക്, നിവസത എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുന്നവർക്ക്, മമ ഈക്ഷയ, എന്റെ കടാക്ഷം കൊണ്ട്, എന്റെ നോട്ടമുണ്ട്, അവിടെ എന്റെ മേൽനോട്ടമുണ്ട്, ഞാനാണ് അവിടുത്തെ എന്താ പറയുക സൂപ്പർവൈസർ, അധ്യക്ഷൻ, അവിടുത്തെ ചെയർപേഴ്സൺ എല്ലാമായിരിക്കുന്നത്. അങ്ങനെ എന്റെ കടാക്ഷം കൊണ്ട് അവിടെ ആദയ വ്യാധയ, ആദികളും വ്യാധികളും, ക്ലമഹ ക്ഷീണവും,
തന്ത്ര ആലസ്യവും പരാഭവ നിന്ദയും തിരസ്കാരവും ഉപസർഗാഹ മറ്റു ഉപദ്രവങ്ങളും ന സംഭവന്തി അവിടെ സംഭവിക്കുകയില്ല. അപ്പൊ ആദിവ്യാധികൾ, ക്ഷീണം, ആലസ്യം, തിരസ്കാരം, മറ്റു തരത്തിലുള്ള പീഡകള് ഒന്നും തന്നെ കള്ളന്മാരുടെയോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളുടെയോ ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായിട്ടുള്ള ഒരു തര പീഡകളും എന്റെ നോട്ടമുള്ള അവിടെ ഉണ്ടാവില്ല. ഏറ്റവും സുഷ്ടുവായ തലമാണ് സുതലം. അവിടെ ചെന്നവൻ സുഖമായി വസിക്കട്ടെ ഈ മന്വന്തര പര്യന്തം, അടുത്ത മന്വന്തരമാവുന്നത് വരേക്ക് എന്ന് എല്ലാവരും കേൾക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് മഹാബലിയെ പുകഴ്ത്തിക്കൊണ്ട് മഹാബലിക്ക് ഇങ്ങനൊരു അനുഗ്രഹം കൊടുത്തു. മഹാബലിയോട് നേരിട്ട് പറയണു, ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ സുതലം സ്വർഗിഭിഃ പ്രാർത്ഥ്യം ജ്ഞാതിഭിഃ പരിവാരിതഃ. ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ സുതലം സ്വർഗിഭിഃ പ്രാർത്ഥ്യം ജ്ഞാതിഭിഃ പരിവാരിതഃ. ഹേ ഇന്ദ്രസേന, മഹാബലിയുടെ പേരാണല്ലോ, മഹാരാജ, അങ്ങ് മഹാരാജാവ് തന്നെയാണ്, അങ്ങനെ എല്ലാ യോഗ്യതകളും തികഞ്ഞ ആള് തന്നെയാണ്. അങ്ങയെ തന്നെ, അങ്ങയുടെ എന്താ പറയാ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനുമാണ്. ആ അർത്ഥത്തിലും മഹാരാജനാണ്. യാഹി ഭോ യാഹി, അങ്ങ് പോയാലും, യാഹി എന്ന് പറഞ്ഞാൽ യാനം ചെയ്താലും, തേ ഭദ്രമസ്തു, അങ്ങയ്ക്ക് ഭദ്രം സംഭവിക്കട്ടെ, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. എവിടേക്കാണ് യാഹി? സുതലം യാഹി, സുതലത്തിലേക്ക് പോയാലും. എങ്ങനെയുള്ളതാണ് ഈ സുതലം? സ്വർഗിഭിഹി പ്രാർത്ഥ്യം, സ്വർഗവാസികൾ പോലും കൊതിക്കുന്നതാണ്, അവര് പോലും പ്രാർത്ഥിക്കുന്നതാണ് ഈ സുതലവാസം. അത്രയും സ്വർഗത്തേക്കാൾ സുഖഭോഗങ്ങളുടെ ഭൂമികയാണ് സുതലം. സ്വർഗവാസികൾ കൊതിക്കുന്ന ലോകമാണ് സുതലം. അവിടേക്ക് പോയാലും ജ്ഞാതിഭിഹി പരിവാരിതഃ, ജ്ഞാതികളോടുകൂടി ചുറ്റപ്പെട്ടവനായി, സേവിതനായി എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെയൊക്കെ കൂട്ടിക്കൊള്ളും. പ്രഹ്ലാദനുണ്ടാവും, വിന്ധ്യാവലി ഉണ്ടാവും, ബലിയുടെ മക്കളുണ്ടാവും, ബലിയുടെ മറ്റ് അടുത്ത ബന്ധുക്കളെയൊക്കെ കൂട്ടിയിട്ട് പോവാം. ബാക്കി അസുരന്മാരൊക്കെ രസാതലത്തിലേക്ക് പോയി, സുതലത്തിലിരിക്കാൻ യോഗ്യരായിട്ടുള്ളവരൊക്കെ സുതലത്തിലേക്ക് പോകാം മഹാബലിയുടെ കെയർ ഓഫില്. അപ്പോ അവിടേക്ക് ചെല്ലൂ. നത്വാം അഭിഭവിഷ്യന്തി ലോകേശാഃ കിമുതാപരേ ത്വച്ഛാസനാധികാൻ ദൈത്യാൻ ചക്രം മേ സുദയിഷ്യതി. നത്വാം അഭിഭവിഷ്യന്തി ലോകേശാഃ കിമുതാപരേ ത്വച്ഛാസനാധികാൻ ദൈത്യാൻ ചക്രം മേ സുദയിഷ്യതി. ന ത്വാം അഭിഭവിഷ്യന്തി ലോകേശാഃ, ലോകേശാഃ ലോകപാലാഃ ഇന്ദ്രാദയഃ. അപ്പൊ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, വായു മുതലായിട്ടുള്ളവരൊന്നും തന്നെ ത്വാം ന അഭിഭവന്തി, നിന്നെ അഭിഭവിക്കുകയില്ല, നിന്നെ കീഴ്പ്പെടുത്തുകയില്ല, അങ്ങയെ നിന്ദിക്കുകയില്ല, തിരസ്കരിക്കുകയില്ല, അങ്ങയെ അവഗണിക്കുകയില്ല. എല്ലാവരും ബഹുമാനിക്കും, ലോകേശന്മാരൊക്കെ അങ്ങയെ ബഹുമാനിക്കും. അപ്പൊ പിന്നെ കിമുത അപരേ, അപരേ കിമുത, മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? കൈമുതിക ന്യായം. ലോകേശന്മാർ തന്നെ അങ്ങയെ റെസ്പെക്ട് ചെയ്യുമ്പോ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഇനി അങ്ങയുടെ കൂട്ടത്തിലുള്ള അസുരന്മാര് വല്ലവരും അങ്ങയെ നിന്ദിച്ചാൽ, അങ്ങ് പറഞ്ഞതനുസരിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ത്വച്ഛാസന അധികാൻ ദൈത്യ, അങ്ങയുടെ ശാസനയെ അധിഗമിക്കുന്നവർ, അതിക്രമിക്കുന്നവരായ ദൈത്യന്മാരെ മേ ചക്രം സുദയിഷ്യതി, എന്റെ സുദർശന ചക്രം നശിപ്പിച്ചു കളയും. അപ്പോ അസുരന്മാരും മഹാബലി പറഞ്ഞാൽ അനുസരിക്കാത്തവരായി തീർന്നാൽ ഭഗവാന്റെ ചക്രം, സുദർശന ചക്രം അവരെ നശിപ്പിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് സന്തോഷമായി, സമാധാനമായി, റിലാക്സ് ചെയ്യും. അല്ലേ? ഇനി റിലാക്സ് ചെയ്യാനുള്ള കാലമാണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അവിടെ ചെന്ന്, സുതലത്തിൽ ചെന്ന് എന്നെ കണ്ടുകൊണ്ട്, എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സന്തോഷവാനായി കഴിയുക. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ.
ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അഹം ത്വാ രക്ഷിഷ്യേ, ഞാൻ നിന്നെ രക്ഷിക്കും. എവിടുന്ന്? സർവതഃ, എല്ലാറ്റിൽ നിന്നും. ആര് വന്ന് അങ്ങേ ഉപദ്രവിക്കാൻ വന്നാലും ഞാനുണ്ട് കാവൽ, ഞാൻ രക്ഷിക്കും. അഹം സർവതഃ ത്വാം രക്ഷിഷ്യേ. എങ്ങനെ? അങ്ങയെ മാത്രമല്ല, സാനുഗം സപരിച്ഛദം, അങ്ങയുടെ അനുഗന്മാരോടുകൂടെ. അങ്ങയുടെ അനുഗന്മാരെന്ന് പറഞ്ഞാൽ അങ്ങയെ വളരെ ക്ലോസ് ആയിട്ട് പരിചരിക്കുന്ന അങ്ങയുടെ ഭൃത്യന്മാരും ഭാര്യാപുത്രാദികളും എല്ലാവരോടും ചേർന്ന് അങ്ങയെ രക്ഷിക്കും. അങ്ങയ്ക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ സുരക്ഷിതരായിരിക്കും. മാത്രമല്ല സപരിച്ഛദം, പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം, എന്തൊക്കെ ലക്ഷറീസ് ആവശ്യമുണ്ടോ വീട്ടില്, ഗൃഹത്തില് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, ശയ്യകളും അതുപോലെ എന്താ പറയുക വിശറികളും ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വെൺകൊറ്റക്കുടയും അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള സൗകര്യങ്ങൾ വേണോ അതൊക്കെ എന്താണ് സപരിച്ഛദം. അങ്ങയുടെ എല്ലാ ലക്ഷറിയോടും കൂടിയിട്ട് അങ്ങയുടെ ബന്ധുക്കളോടുകൂടി അങ്ങയുടെ സേവകന്മാരോടുകൂടി അങ്ങയെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. എങ്ങനെ? എവിടെയെങ്കിലും ഇരുന്ന് രക്ഷിക്കാന്നല്ല പറയണത്. സദാ സന്നിഹിതം വീര, സദാ എല്ലായ്പ്പോഴും സന്നിഹിതം. സന്നിഹിതം എന്നാല് അങ്ങയുടെ അടുത്ത് തന്നെ സാന്നിധ്യം ചെയ്യുന്നവനായിട്ട്, അവിടെ തന്നെ വസിക്കുന്നവനായിട്ട്, ഞാനും സുതലവാസിയായി അങ്ങയുടെ കാവൽക്കാരനായിരിക്കും. അങ്ങ് അവിടെ എന്നെ കാണും. തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ, ഭവാൻ തത്ര മാം ദ്രക്ഷ്യതേ, അവിടെ എന്നെ അങ്ങേക്ക് പ്രത്യക്ഷമായിട്ട് കാണാം, എന്നും കാണാം, എപ്പോഴും കാണാം. ഞാൻ ഡ്യൂട്ടി വിട്ട് എവിടെയും പോവില്ല. അങ്ങയുടെ ബോഡി ഗാർഡായി, സെക്യൂരിറ്റിയായി, അങ്ങയുടെ ദ്വാരപാലകനായി എപ്പോഴും ഫുൾ ടൈം 24/365 ഇൻറ്റു എത്ര വർഷമാണോ വൈവസ്വത മന്വന്തരം തീരുന്നത് അതുവരയ്ക്കും. അപ്പൊ വിത്തൗട്ട് എന്താ പറയുക ഇന്റർവെല്ലില്ലാതെ, ബ്രേക്കില്ലാതെ, വിശ്രമമില്ലാതെ, ലീവില്ലാതെ, വെക്കേഷൻ ഇല്ലാതെ ഞാൻ അങ്ങയെ പരിപാലിച്ചു കൊള്ളാം. യു ക്യാൻ സീ മീ ഓൾവേസ്, എപ്പോഴും കൂടെ ഉണ്ടാവും. തത്ര ദാനവദൈത്യാനാം സംഘാത്തേ ഭാവ ആസുരഃ ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യ കുണ്ടോ വിനങ്ഷ്യതി. തത്ര ദാനവദൈത്യാനാം സംഘാത്തേ ഭാവ ആസുരഃ ദൃഷ്ട്വാ മദനുഭാവം വൈ സദ്യ കുണ്ടോ വിനങ്ഷ്യതി. എന്താണ് ഇനിയിപ്പോ എന്നെ ദിവസം കാണുന്നത് കൊണ്ട് അങ്ങേക്ക് പ്രയോജനം എന്നാണെങ്കിൽ ഇതാ കേട്ടോളൂ. തത്ര അവിടെ ദാനവദൈത്യാനാം സംഘാത് തേ ആസുരഃ ഭാവഃ, അവിടെ അങ്ങയുടെ അനുഗന്മാരായിട്ടുള്ള ദാനവന്മാര് ദൈത്യന്മാരൊക്കെ കൂടെ ഉണ്ടല്ലോ. അവരുടെ സംഘം കൊണ്ട് അവര് ചിലപ്പോ അങ്ങയുടെ തലയ്ക്കകത്തേക്ക് വേണ്ടാത്തൊക്കെ ഉപദേശിക്കാൻ തുടങ്ങും. അപ്പോഴുണ്ടാവുന്ന ആസുരഃ ഭാവഃ, അവരുടെ ദുസ്സംഗം കൊണ്ടുണ്ടാവുന്ന ആസുരഭാവം അതെങ്ങനെ നശിക്കും? മദനുഭാവം ദൃഷ്ട്വാ സദ്യഃ കുണ്ടഃ വിനശ്യതി. മദനുഭാവം, എന്റെ അനുഗ്രഹം, എന്റെ മാഹാത്മ്യ ദർശനം. എന്റെ അനുഭാവം എന്ന് പറഞ്ഞാൽ എന്റെ മാഹാത്മ്യം തന്നെയാണ്. എന്റെ സാന്നിധ്യവും എന്റെ മാഹാത്മ്യവും നിത്യവും നീ അനുഭവിക്കുന്നത് കൊണ്ട് മദനുഭാവം ദൃഷ്ട്വാ സദ്യഃ കുണ്ടഃ വിനശ്യതി. ഉടനെ തന്നെ അത് കുണ്ടമായിട്ട്, കുണ്ടം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതായിട്ട്, ഹനിക്കപ്പെട്ടതായിട്ട്, വിനശ്യതി നശിക്കുന്നു. വെള്ളമുള്ളിടത്ത് അഗ്നിക്ക് പിടിക്കാൻ പറ്റുമോ? അല്ലേ? അതുപോലെ ഭഗവാന്റെ ഭക്തിയുള്ളിടത്ത് ആസുരഭാവം പച്ച പിടിക്കില്ല. ഭഗവാന്റെ സാന്നിധ്യമുള്ളിടത്ത് ആസുരഭാവത്തിന് വളയാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആ ഭഗവത് സ്മരണ, ഭഗവത് ഭക്തി, സത്യം പരം ധീമഹി എന്നുള്ള ആ ഒരു ഭാവം നിരന്തരമുണ്ടെങ്കിൽ ഇവിടെയും എന്ത് വിളയില്ല? ആസുര സ്വഭാവം വർദ്ധിച്ചു വരില്ല, പച്ച പിടിക്കില്ല, നശിച്ചു പൊക്കോളും. ഇത് തന്നെയാണ്
മഹാബലിക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. ഇനി അടുത്ത അധ്യായത്തില് മഹാബലി സ്വതലത്തിലേക്ക് പോകുന്നതും ഭഗവാനെ അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഭഗവാനെ നമസ്കരിക്കുന്നതും പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാനും പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള, ഇനി അത് കഴിഞ്ഞ് അവസാനം ശുക്രാചാര്യര് ഈ യാഗം പൂർത്തിയാക്കുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിവെച്ച യാഗം. അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ വാമനാവതാര ചരിതം ഉപസംഹരിക്കുന്നത്. ഒരു 31 ശ്ലോകം കൂടിയുണ്ട്. നമുക്ക് നാളെ രാവിലെ ഉണ്ടാവില്ല ക്ലാസ്, ഒന്നും വൈകിട്ടുമില്ല. നാളെ വൈകുന്നേരം പറ്റിയാൽ നോക്കാം. പിന്നെ 3-ാം തീയതി ഉണ്ടാവില്ല. 4-ാം തീയതി ഏകാദശി പറ്റിയാൽ നോക്കാം. എന്താച്ചാല് നമ്മുടെ മൈസൂർ യാദത്തൂർ യോഗേശ്വരാനന്ദ സരസ്വതി പീഠം മഠാധിപതി സ്വാമി ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികള് ഇന്നലെ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞു. ഇന്നും നാളെയും കോയമ്പത്തൂരാണ്. മറ്റന്നാൾ അദ്ദേഹം പാലക്കാട്ടേക്ക് എഴുന്നള്ളുകയാണ്. അദ്ദേഹത്തെ അതിനു മുമ്പ് ആനക്കട്ടി നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പാലക്കാട്ടേക്ക് വരുമ്പോൾ കൂടെ വരുന്നു. പാലക്കാട് അദ്ദേഹത്തിൻ്റെ താമസവും അദ്ദേഹത്തിൻ്റെ പരിപാടികളും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ അതിൻ്റെ പുറകെയാണ്. അത് കഴിഞ്ഞ് 6-ാം തീയതി ഉച്ചയോടുകൂടി അദ്ദേഹം കാലടിയിലേക്ക് പോകും. 7-ാം തീയതി ഞാനിവിടെ ഉണ്ടാവും, ഫ്രീ ആണ്. 8-ാം തീയതി ഞാനും കാലടിയിലേക്ക് പോകും. 12-ാം തീയതി വരെ 5 ദിവസം കാലടിയിലാണ്. നിങ്ങളെ എല്ലാവരെയും കാലടിയിലേക്ക് ക്ഷണിക്കുകയാണ്. 12-ാം തീയതി ശങ്കര ജയന്തി ദിവസം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ഈ വരുന്ന സ്വാമിജിയുടെയും ശൃംഗേരി മഠാധിപതികളുടെയും ആഗ്രഹം. അതിനുവേണ്ടി എന്തും ചെയ്തു കൊടുക്കാനായിട്ട് ശൃംഗേരി മഠാധിപതി വലിയ സ്വാമികള് കാലടിയിലുള്ള ശൃംഗേരി മഠത്തിന്റെ അധിപന്മാർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന സ്വാമിജിക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ശങ്കര ജയന്തി കാലടിയിൽ ഗംഭീരമാകണം. ലോകം മുഴുവൻ ശങ്കരനെ കൊണ്ടാടുമ്പോൾ അമേരിക്കയിൽ പോലും ഒരു 108 അടിയുള്ള ശങ്കര പ്രതിമ വരുന്നു. അമേരിക്കയിൽ ഒരു വലിയ ക്ഷേത്ര സമുച്ചയവും 108 അടി ഉയരമുള്ള ശങ്കര പ്രതിമയൊക്കെ സ്ഥാപിക്കുന്നു. നമ്മുടെ ഓങ്കാരേശ്വരത്ത് പ്രതിഷ്ഠിച്ച ആ പ്രതിമ പോലെ അതേപോലെയുള്ള പ്രതിമയാണ് അമേരിക്കയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ശങ്കര വിജയം കൊണ്ടാടുമ്പോൾ ജന്മദേശമായ കേരളത്തിലും പ്രത്യേകിച്ച് കാലടിയിലും നമ്മളെല്ലാം ശങ്കരാചാര്യരുടെ ആ മഹത്വത്തെ വേണ്ട പോലെ ഘോഷിക്കണം ലോകത്തോട്, വരും തലമുറകളോട്. അതുകൊണ്ട് 12-ാം തീയതി ശങ്കര ജയന്തിക്ക് എല്ലാവരും കാലടിക്ക് വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് മുമ്പ് 4-5 ദിവസം നമ്മളുണ്ട്. അവിടെ സ്വാമിജിയുണ്ട്, പല പരിപാടികളുണ്ട്. തീർത്ഥാടനം അവിടെ 8 സ്ഥാനങ്ങൾ മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ദർശനം ചെയ്യാം. അവിടെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാം. പരമാവധി നിങ്ങൾ ഗ്രൂപ്പായിട്ട് ആളുകൾ വണ്ടികൾ പിടിച്ച് വരിക. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. ഇനി ശങ്കര ജയന്തി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവുള്ളൂ. 13-ാം തീയതിയെ അത് കഴിഞ്ഞ് ഫ്രീ ആവുള്ളൂ. അതുവരെ വന്നും പോയിക്കൊണ്ടിരിക്കും. നാളെ വൈകുന്നേരം പറ്റിയാൽ നോക്കാം. 3-ാം തീയതി തൊട്ട് പിന്നെ ഒരു ബിസിയാണ്. 4-ാം തീയതി പറ്റിയാൽ നോക്കാം. കാരണം സ്വാമിജി മൗനവ്രതമാണ്. പാലക്കാടാണെങ്കിലും അദ്ദേഹം മൗനവ്രതത്തിലായിരിക്കും. പറയുമ്പോൾ അദ്ദേഹത്തിന് 5-ാം തീയതി രാവിലെ കൽപ്പാത്തിയിൽ 10:30-11 മണിക്ക് സ്വീകരണങ്ങളും അവിടെ ഒരു ഗീതാപാരായണ പരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് പുത്തൂർ ആ ദേവി ക്ഷേത്രത്തില് 5 മണിക്ക് സ്വാമിജിക്ക് സ്വീകരണവും സമഷ്ടി സൗന്ദര്യലഹരി പാരായണവും. എല്ലാവരും പാലക്കാട് എത്താൻ പറ്റുന്നവരൊക്കെ പരമാവധി ആളുകൾ പങ്കെടുക്കണം. ആള് കുറഞ്ഞു പോകരുത്, വിരലിൽ എണ്ണാവുന്ന ആളുകളായി മാറരുത്. സൗന്ദര്യലഹരി പഠിച്ചിട്ടുള്ളവരൊക്കെ വരിക. പാലക്കാട്ടിൽ നിന്നും പുറത്തുനിന്നും വരാൻ പറ്റുന്നവരൊക്കെ വരാം. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സ്വാമിജിക്ക് എല്ലാവരെയും ഒന്ന് കാണണം. എല്ലാവരും കൂടി ഇരുന്ന് സൗന്ദര്യലഹരി പാരായണം ചെയ്യണം പാലക്കാട് എന്നുള്ളത്
സ്വാമിജിയുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഓർഗനൈസിങ് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഓരോ പരിപാടിയുടെ വിജയവും സ്വാമിജിക്ക് എന്നോടുള്ള വാത്സല്യം കൂടാനുള്ള കാരണമാവും, എന്നോടുള്ള സ്നേഹം കൂടാനുള്ള കാരണമാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് ആവുന്ന പാർട്ടിസിപ്പേഷൻ ചെയ്യുക. നിങ്ങളോട് സാമ്പത്തികമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. വരിക, പങ്കെടുക്കുക, അനുഗ്രഹീതരാവുക, അത്രേ വേണ്ടു. അതെവിടെയാണെങ്കിലും, പാലക്കാടാണെങ്കിലും കാലടിയിലാണെങ്കിലും വരിക, പങ്കെടുക്കുക. ദൂരെയുള്ളവരെയൊന്നും നിവൃത്തിയില്ല. വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്നോളൂ, ഇത്രേ പറയാറുള്ളൂ. ഹരിയോ. അപ്പോൾ തൽക്കാലം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാരായണ.